പ്രണകവിയെന്നഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ ദൈവമല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശാഖായോഗത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ അനീഷ് അറുപതിൽ ഈ യോഗം ഔപചാരികം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസൻ അവരുടെ ഇന്നത്തെ നമ്മളുടെ എല്ലാം സ്വപ്നമായിരുന്ന വസ്തു സമർപ്പണം നടത്തുന്ന SNDP യോഗം കോട്ടയം യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ വി ശശികുമാർ അവരുടെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ക്ഷേത്രം തന്ത്രി വിഷ്ണുനാരായണൻ തന്ത്രികൾ, നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ സാബൂടി ഇരിക്കണം, കന്യാസംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പ്രിയാദേവി അശ്വതി, യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് വിഷ്ണു സുഭാഷ്, നമ്മുടെ കുടുംബയോഗങ്ങളുടെ മേഖലാ ചെയർമാൻമാരായ ശ്രീ TK ജയകുമാർ, സുധി മഠത്തിൽ, നരേന്ദ്രൻ എമ്മൻ, ചന്ദ്രദാസ് അറുപതിൽ, ജയന്തി രാധാകൃഷ്ണൻ, രാജീവ് PR വീരാളിശൽ, സുനിൽ തടത്തിൽ, ശ്രീ VP പ്രസിഡന്റ് ശ്രീ രഞ്ജിത് രവീന്ദ്രൻ, ശ്രീ AK ബാബു, ശ്രീ ഇന്ദിര രഘുനാഥ് തുടങ്ങി നമ്മുടെ ശാഖായോഗത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് ഉൾപ്പെടെയുള്ള ഏറെ ബഹുമാന്യരെ, മഹാഗുരുവിൻ്റെ 171ാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനമാണ് ഇന്ന് നമ്മൾ ഈ യോഗത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മഹാഗുരുവിൽ തുടങ്ങി മഹാഗുരുവിൽ അവസാനിക്കുന്ന ഒരു ജീവിത ചക്രത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. നമ്മളാക്കിയ ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുക, നമ്മളാക്കിയ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു മഹത്കർമ്മമായി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഘടനാപരമായ ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായും SNDP എന്ന മഹാപ്രസ്ഥാനത്തിന് പിന്നിൽ SNDP എന്ന മഹാപ്രസ്ഥാനത്തിൽ നമുക്കിന്നുണ്ടായതെല്ലാം ഈ SNDP എന്ന മഹാപ്രസ്ഥാനം നമുക്ക് നേടിത്തന്ന സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ഒന്നുമില്ലാത്തൊരു കാലത്തു നിന്ന് ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ SNDP എന്ന മഹാപ്രസ്ഥാനം നമുക്ക് ഒരുക്കി തന്ന വഴിയിലൂടെ നാം കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടാണ് നാം ഇന്ന് കാണുന്ന രീതിയിൽ ജീവിക്കുവാൻ, അല്ലെങ്കിൽ ഇന്ന് കാണുന്നതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ SNDP എന്ന മഹാപ്രസ്ഥാനം നമുക്ക് ഒരുക്കി വെച്ച വഴിയിലൂടെ നാം സഞ്ചരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. എന്തായാലും ഞാൻ അധികം ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. നമ്മുടെ ബഹുമാനായ മന്ത്രിക്ക് ഇനി തുടർന്ന് 4 പരിപാടികളോളം ഇനി മറ്റൊരു സ്ഥലത്ത് പങ്കെടുക്കാനുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം മാത്രം പറയുകയാണ്. നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടെ, വളരെ ചാരിതാർത്ഥ്യത്തോടെ നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഒരു 100 വർഷക്കാലമായി നമ്മളുടെ ഒരു സ്വപ്നമായിരുന്ന ഒരു പദ്ധതി അത് സാക്ഷാത്കരിച്ചതിൻ്റെ നമുക്ക് 150 ദിവസം കൊണ്ട് 145 ലക്ഷം രൂപ പിരിവെടുത്തുകൊണ്ട് നമ്മൾ മഹാഗുരുവിന് ഒരുപിടി മണ്ണ് നമുക്ക് സമ്പാദിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ മുൻജന്മ സുഹൃതം, അല്ലെ നമ്മുടെ പൂർവികർ ചെയ്ത ആ സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന തരത്തിൽ ഭൂമി നമുക്കിവിടെ സമ്പാദിക്കാൻ സാധിച്ചത്. അതിന് അവസരം ഒരുക്കി തന്നത് ഏറെ ബഹുമാനായ നമ്മുടെ ഹനീഫ സാറാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ കടപ്പാട് ഈ സംഘടന ഉള്ളിടത്തോളം കാലം, ഈ ശാഖായം ഉള്ളിടത്തോളം കാലം നമുക്ക് ഹനീഫ സാറിനോടുള്ള കടപ്പാട് ഒരിക്കലും അവസാനിക്കില്ല. ഇങ്ങനൊരു വസ്തു നമുക്ക് തരാൻ അദ്ദേഹം കാണിച്ച മനസ്സിന് മുന്നിൽ എല്ലാവർക്കും വേണ്ടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഒട്ടനവധി ദൂരം നമുക്ക് മുന്നേറുവാനുണ്ട്. നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ശാഖായോഗം നടപ്പാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിലൂടെ നമ്മൾ നമ്മുടെ ശാഖായോഗത്തിൽപ്പെട്ട 15ഓളം നിരാലംബരായ, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ അശരണായ ആൾക്കാർക്ക് നമുക്ക് സാന്ത്വന പരിചരണം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇന്ന് നമ്മൾ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇന്ന് ഉത്രാടം അവിട്ടം ദിനത്തിൽ ഈ സമ്മേളനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7 മണിയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും അത് നമ്മൾ 4 മണിയാക്കി മാറ്റിയത് നമുക്ക് നമ്മുടെ അംഗങ്ങളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സ്നേഹവിരുന്ന് കൂടി ഇവിടെ സംഘടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് നടത്തിയെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ അവിട്ടം ദിനത്തിൽ നമ്മുടെ അംഗങ്ങളൊക്കെ ഒരു പരിധിവരെ അവരുടെ വീടുകളിലേക്കൊക്കെ അല്ലെ ബന്ധു വീടുകളിലൊക്കെ പോയതുകൊണ്ടാണ് നമുക്ക് ആളുകളുടെ കുറച്ച് അഭാവം ഇവിടെ നേരിട്ടുണ്ടെങ്കിലും എല്ലാവരും തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായും എന്തായാലും നമുക്ക് ഇനി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി നമുക്ക് ചെയ്തു തീർക്കണം. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ശാഖായോഗത്തിൻ്റെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ അനീഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയും അതോടൊപ്പം തന്നെ വസ്തു സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആരാധ്യനായ തുറമുഖ
ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവர்களാണ്. നമുക്കറിയാം, നമുക്ക് വി.എൻ. വാസവൻ സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്നും ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ തൊട്ട് സമീപത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ വികസനം, അതുമാത്രമല്ല ആതുര സേവന രംഗത്ത് അഭയം എന്നൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സന്നദ്ധ സേനയെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് സാധാരണക്കാരനായ നിരാലംബരായ അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്നും കൈത്താങ്ങായി നിൽക്കുന്ന ഒരു വാസവൻ സാറാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത്. നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു വാഗ്മിയും അതോടൊപ്പം തന്നെ നല്ലൊരു വായനക്കാരനും ഒക്കെയായ ശ്രീ വാസവൻ സാറിൻ്റെ പ്രവർത്തന മേഖലയെ എടുത്ത് പരിശോധിച്ചാലറിയാം, ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി എന്ന നിലയിലും അതോടൊപ്പം തന്നെ അദ്ദേഹം കൈവച്ച എല്ലാ വകുപ്പുകളിലും സുസ്ഥിരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചത്. നമുക്ക് അറിയാം, അദ്ദേഹം മന്ത്രിയായ ശേഷമാണ് സഹകരണ വകുപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ തന്മയത്തോടുകൂടി ആർക്കും ഒരു ദുഃഖവും ഉണ്ടാകാതെ ആർക്കും ഒരു സങ്കടവും വരാത്ത രീതിയിൽ അത് വളരെ കൃത്യമായി തന്നെ അതിനെ പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം നമുക്കറിയാം, വിഴിഞ്ഞം പോർട്ട്, ഇന്ന് പല ആൾക്കാരും വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി പല രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് ശ്രീ വാസവൻ സാറിൻ്റെ ഉറച്ച തീരുമാനവും അദ്ദേഹത്തിൻ്റെ ഉറച്ച പിന്തുണയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ആ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ശബരിമല പ്രശ്നം ഏത് മണ്ഡലകാലം എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം, ശബരിമല പ്രശ്നത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. എന്നാൽ വാസവൻ സാർ ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു മണ്ഡലകാലം കടന്നു പോകുന്ന അറിഞ്ഞു പോലുമില്ല. അത്രമാത്രം സുതാര്യമായി, അത്രമാത്രം സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന, അത്രമാത്രം പ്രവർത്തന മികവ് പുലർത്തുന്ന ഒരു മന്ത്രി തീർച്ചയായും ഈ കേരള നിയമസഭയിലെ കേരള മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച ഒരു മന്ത്രി. തീർച്ചയായും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയായി വരുന്ന കാലം അതിവിദൂരമല്ല. തീർച്ചയായും അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദ്യത്തെ സ്വീകരണം മറിയപ്പള്ളി 26 നമ്പർ SNDP ശാഖായത്തിൻ്റെ ആയിരിക്കും എന്നൊരു വിശ്വാസം നമുക്ക്. കാരണം മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹം കേരളത്തിന് മുഖ്യമന്ത്രിയാകും. എന്തായാലും അദ്ദേഹത്തെ വളരെ ആദരവും നമ്മുടെ ശാഖായോഗത്തിലെ മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി ഔപചാരികമായി ഓരോരുത്തർക്കും വേണ്ടിയും അദ്ദേഹത്തെ ആദരവും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വസ്തു സമർപ്പണം കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ഏറെ ആരാധ്യനായ നമ്മുടെ വി ശശികുമാർ അവർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം SNDP യോഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി SNDP യോഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കോട്ടയം യൂണിയൻ SNDP യോഗം നേരിട്ട് ഭരിക്കുന്നു. നമുക്കറിയാം, ശശികുമാർ സാറ് നമ്മുടെ കോട്ടയം യൂണിയനിലേക്ക് എത്തിയ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കോട്ടയം യൂണിയൻ SNDP യോഗത്തിൻ്റെ അടിത്തറ SNDP യോഗത്തിൻ്റെ നട്ടല് എന്ന് പറയുന്ന കോട്ടയം യൂണിയനാണ്. കാരണം SNDP യോഗത്തെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ എന്നും ഒരുപടി മുൻപിൽ നിൽക്കുന്ന കോട്ടയം യൂണിയൻ അത് ചെറിയ ഒരു കാലിടറിയപ്പോൾ കോട്ടയം യൂണിയനിൽ മൈക്രോ സംബന്ധമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമുക്കറിയാം, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ അവർ അർജുനായിട്ടാണ് നമ്മുടെ വി ശശികുമാർ സാറിനെ നമ്മുടെ ഈ യൂണിയനിലേക്ക് അയച്ചത്. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള നമുക്കറിയാം, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പല ഭാഗത്തും ഉന്നയിക്കുന്നുണ്ട്. കാരണം SNDP യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് നമ്മുടെ അമ്മമാരെല്ലാം നമ്മുടെ സഹോദരിമാരെയൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് മൈക്രോ ഫൈനാൻസിൻ്റെ കടങ്ങളൊക്കെ വീട്ടിക്കൊണ്ട് കോട്ടയം യൂണിയനെ പഴയ ആ പ്രതാപത്തിലേക്ക് എത്തിക്കുവാൻ ശശികുമാർ സാർ വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. ആ സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ 103 ശാഖായോഗങ്ങളെ ഇപ്പോൾ ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെയാണ് അദ്ദേഹം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ചെറിയ പേടിയുണ്ട്. കാരണം നമ്മൾക്കൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് വിരുദ്ധമായ സംഘടനയ്ക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഏത് ആപത്ഘട്ടത്തിലും നമ്മളോടൊപ്പം ഒന്നിച്ച് നമ്മുടെ തോളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീ വി ശശികുമാർ സാർ അവരുടെ മറിയപ്പള്ളി ശാഖായോഗത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏറെ ആരാധ്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ഹനീഫ സാർ. നമുക്കറിയാം, നമ്മുടെ ശാഖായോഗത്തിന് ഇന്ന് കാണുന്ന തരത്തിൽ ഈ വസ്തു നമുക്ക് തരുവാൻ മനസ്സ് കാണിച്ചതാണ്. ആ ഹനീഫ സാറിന് ഇവിടെ എത്തുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഹെനിനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു 90 വർഷക്കാലം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തു, കഴിഞ്ഞ 8 വർഷക്കാലം നമ്മൾ ഈ സ്ഥലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കാണുമ്പോൾ ഞങ്ങൾക്ക് വസ്തു ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല. കാരണം അവർക്ക് ഈ വസ്തു കൊടുത്തിട്ട് യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം സാമ്പത്തികമായി നല്ല ഉന്നത നിലവാരത്തിലെത്തി നിൽക്കുന്ന ഒരു കുടുംബം. അതോടൊപ്പം തന്നെ
ഈ വസ്തു വിറ്റിട്ട് ഞങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കഴിഞ്ഞ 8 വർഷക്കാലം പറയുമ്പോഴും ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മുടെ ഈ മഹാസമാധിയോടനുബന്ധിച്ച് നമ്മുടെ മഹാസമാധി സദ്യ നടത്തുവാൻ നമ്മുടെ സ്കൂൾ ആവശ്യപ്പെട്ടപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് ഈ സ്കൂൾ ലഭിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റു സ്ഥലം കണ്ടുപിടിച്ചോണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹനീഫ സാറിനെ ഞാൻ ഫോൺ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നമുക്കിനി ഈ വസ്തു ഇല്ലാതെ നമ്മുടെ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ വസ്തു തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് മാത്രമേ തരികയുള്ളൂ എന്നൊരു വാക്ക് നമുക്ക് തരികയുണ്ടായി. ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ ഒരു 8 മാസക്കാലം മുമ്പ് വീണ്ടും നമ്മൾ ഹനീഫ സാറിനെ വിളിക്കുകയും സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ ഭാര്യയും കുടുംബവും നാട്ടിലെത്തിയിട്ടുണ്ട്, നിങ്ങളെന്ന് അവരോടൊന്ന് സംസാരിക്കും, ഞാനും വിളിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നമ്മുടെ സാബൂടി ഇല്ലിക്കളവും ചേർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. ഹനീഫ സാറിൻ്റെ വൈഫ് സജേദ ഹനീഫ് അമ്മയോട് ഞങ്ങൾ സംസാരിക്കുന്നു. അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അമ്മ ഒരു വാക്കാണ് നമ്മളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഈ സ്ഥലത്തിന് തത്തുല്യമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് എവിടെയെങ്കിലും വാങ്ങിത്തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഈ സ്ഥലം SNDPക്ക് തന്നുകൊള്ളാം എന്നൊരു വാക്ക് നമുക്ക് തരേണ്ടേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനായ നമ്മുടെ ഹനീഫ സാറിൻ്റെ വസ്തുക്കളെല്ലാം കൈകാര്യം ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അജയൻ എന്ന് പറഞ്ഞ ആൾ മുഖാന്തരം ഈ വസ്തുവിന് തുല്യമായ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കുകയും ആ സ്ഥലം കണ്ടെത്തിയതിന് ശേഷമാണ് നമുക്ക് പൂർണ്ണ മനസ്സോടെ ശരിക്കും അതൊക്കെ നമുക്ക് ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ആ വസ്തുവിൻ്റെ സ്ഥല സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ട് അവർ വീട്ടിലെത്തുമ്പോൾ ആ അമ്മയും അല്ല അമ്മയുടെ സഹോദരങ്ങളും ആ കുടുംബവും നമ്മളെ സ്വീകരിച്ചത്, അതോടൊപ്പം തന്നെ നമുക്ക് വസ്തുവിൻ്റെ ആധാരം നമുക്ക് കയ്യിലേക്ക് തരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കും, അതോടൊപ്പം തന്നെ ഞങ്ങളത് നിസ്കരിച്ചിട്ട് വരട്ടെ, ഇതൊരു ദൈവിക കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വസ്തുവിൻ്റെ വിലയിൽ നിന്ന് ഏകദേശം 30 ലക്ഷത്തോളം രൂപ നമുക്ക് ലാഭം കിട്ടത്തക്ക തരത്തിൽ അല്ലെ 30 ലക്ഷത്തോളം രൂപേൻ്റെ ആകെ വിലയിൽ നിന്നും 30 ലക്ഷത്തോളം രൂപ നമുക്ക് കുറച്ച് നൽകിക്കൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് നെടുന്തൂണായി നിൽക്കുവാൻ സഹായിച്ച ഹനീഫ സാറിനെ ഒരു കാരണവശാലും ഈ ശാഖായോ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ മറക്കുവാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോടുള്ള ആദരവും അദ്ദേഹത്തിനോട് എല്ലാവിധ ആദരവോടും കൂടി അദ്ദേഹത്തിൻ്റെ മകനെ ഫഹരിനെ വളരെ ആദരവും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ യോഗത്തിൽ ഭദ്രദീപ പ്രകാശനം നടത്തുവാൻ ഇരുന്നത് നമ്മുടെ കുമാരി പളുങ്കാണ്. സിനിമ ബാലതാരമായൊക്കെ അഭിനയിക്കുന്ന കുമാരി പളുങ്കിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ശാഖായോഗത്തിൻ്റെ യൂണിയൻ കമ്മിറ്റി മെമ്പർ സാബുടി ഇല്ലിക്കൾ അവർ നമുക്കറിയാം നമ്മുടെ വസ്തു സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കൂടെ നിന്ന അല്ലെങ്കിൽ നമ്മളോട് തോളോട് തോന്നി പ്രവർത്തിക്കുകയും നമ്മുടെ സംഘടനാ കാര്യങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ശ്രീ സാബുടി ഇല്ലിക്കൾ അവരെ വളരെ ആദരവും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രിയാദേവി അശ്വതി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ വിഷ്ണു സുഭാഷിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്നും തോളോട് തോൾ നിന്ന് പ്രവർത്തിക്കുകയും ശരിക്കും എൻ്റെ ഒരു അനിയനെ പോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ചിന്തിച്ച് എവിടെ നടത്തുന്നു അവിടെ തുടങ്ങിയ സംഘടനാ കാര്യങ്ങൾ വളരെ ശക്തമായ നിലയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിഷ്ണു സുഭാഷ് നാളുകളിൽ നമ്മുടെ ശാഖായോഗത്തിൽ മുതൽക്കൂട്ടാണ്, യാതൊരു തർക്കവും വേണ്ട. എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം ഞാൻ തീർച്ചയായും വരുന്ന ഒരു നല്ല ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും എല്ലാവർക്കും വേണ്ടി എൻ്റെ സഹോദരൻ ശ്രീ വിഷ്ണു സുഭാഷ് അവരെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ വസ്തു സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 150 ദിവസം കൊണ്ട് തന്നെ 145 ലക്ഷം രൂപ നമുക്ക് പിരിക്കാൻ സാധിച്ചത് നമ്മുടെ ഓരോ കുടുംബയോഗങ്ങളുടെയും ചിട്ടയായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ പിരിവ് സംബന്ധിച്ച് നമ്മൾ ഓരോ അംഗവീടുകൾ 150 ദിവസത്തോളം നമ്മൾ പിരിവുകൾ നടത്തിയിട്ടുണ്ട്. ഈ 150 ദിവസവും ശാഖായോഗത്തിൻ്റെ ഭാഗമല്ലാത്ത, വനിതാ സംഘത്തിൻ്റെ ഭാഗമല്ലാത്ത, കുടുംബയോഗത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രവർത്തകരൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ പിരിവ് വിജയിപ്പിക്കുവാൻ കാണിച്ച മനസ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ മേഖലയുടെയും പ്രവർത്തകരായ ശ്രീ ജയകുമാർ ടി കെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാനായ ശ്രീ സുധീ മഠത്തിൽ അവരെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാനായ ശ്രീ നരേന്ദ്രൻ എം എൻ മറ്റത്തുകരോടിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാൻ ശ്രീ ചന്ദ്രദാസ് സർവലിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാൻ ശ്രീ ജയന്തി രാധാകൃഷ്ണനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാൻ ശ്രീ രാജീവ് PR വീരാളശ്ശേരി അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലാ ചെയർമാൻ ശ്രീ സുനിൽ തടത്തിൽ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സീനിയർ സിറ്റിസൺ എംപ്ലോയീസ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ VB പ്രസന്നൻ അവരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൃതിപഠനം ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പദയാത്രാ സമിതിയുടെ ചെയർമാൻ ശ്രീ AK ബാബു അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബാലജനയോഗത്തിൻ്റെ പ്രിൻസിപ്പൾ ശ്രീ ഇന്ദിര രഘുനാഥ് അവരെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വനിതാ സംഘത്തിൻ്റെ
ശാഖായോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവ് അവരുടെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ആദരവ് അർപ്പിക്കുന്ന ഒരു 4 വ്യക്തികൾ നമുക്കിടയിലുണ്ട്. കാരണം നമുക്ക് അവരെ മറന്നുകൊണ്ട് അല്ല അവരെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനമായി നമ്മുടെ കണ്ണൻ പുതുപ്പറമ്പ് അവர்களാണ്. നമുക്കറിയാം നമ്മുടെ ശാഖായോഗത്തിന്റെ മുൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്നും താങ്ങും തണലുമായി നിൽക്കുകയും നമുക്കറിയാം നമ്മളിന്ന് മനോഹരമായ രീതിയിൽ നമ്മളിവിടെ നമ്മുടെ അംഗങ്ങൾക്കെല്ലാം വന്നാൽ ഇരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളിവിടെ നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ വാങ്ങിയ പുതിയ കെട്ടിടം പൊളിച്ചു മാറ്റി ഇതിനൊക്കെ 1 രൂപ പോലും നമ്മളോട് പ്രതിഫലേച്ഛ കൂടാതെ സ്വന്തം വീട്ടിൽ എന്ത് ജോലി ചെയ്യുന്നു അതേപോലെ കൃത്യമായ നമ്മുടെ ശാഖായോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാഖായോഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മുടെ യൂത്ത് മൂവ്മെന്റ് തോന്നുന്നത്. കാരണം കാലാകാലങ്ങളിലെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം മാറി വരുന്ന ഓരോ യൂത്ത് മൂവ്മെന്റുകളും ഒരുപക്ഷെ ശാഖാ കമ്മിറ്റിയേക്കാൾ ഉപരി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തകരാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മുടെ കണ്ണൻ പുതുപ്പറമ്പിൽ അവർ വളരെ ഒരുപാട് ത്യാഗങ്ങൾ അല്ലെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശാഖായോഗത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. ശ്രീ കണ്ണൻ പുതുപ്പറമ്പിലെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ അർജുൻ നരേന്ദ്രൻ മഠത്തിക്കരോട് നമുക്കറിയാം കഴിഞ്ഞ മുൻ യൂത്ത് മൂവ്മെന്റ് സമിതിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സ്വന്തം കുടുംബത്തൊരു ജോലി വന്നാൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെയാണ് ഇതൊക്കെ ഈ നമ്മുടെ ശാഖായോഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഉദാഹരണം നമ്മുടെ ഈ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റുമ്പോൾ ഇവിടെ പകല് സമയത്ത് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ സംഭവിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിനെ ബാധിക്കും. അവർ പൊടിശല്യം ഉണ്ടാവും, അല്ലെങ്കിൽ JCBയുടെ ഒച്ച മൂലം അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ കെട്ടിട നിർമ്മാണം ഈ പൊളിച്ചു മാറ്റൽ പ്രക്രിയകളെല്ലാം ചെയ്ത് ഒരു 4-5 ദിവസം രാത്രി ഉറങ്ങാതെ ഈ അർജുനും കണ്ണനും അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ണി 60 അവർ നമുക്കറിയാം അനിയന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ JCB ആണ് ഈ 8-10 ദിവസക്കാലം 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഇവിടെ പ്രവർത്തിച്ചത്. അപ്പം ഉണ്ണിയെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അർജുനെയും ഉണ്ണിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു, അംഗനവാടി കെട്ടിടം നിർമ്മിച്ചാണ്ട് 22 ലക്ഷത്തിലധികം രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ആ നിർമ്മാണം പൂർത്തീകരിച്ചു തന്ന് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അദ്ദേഹത്തിന്റെ പണിക്കൂലി മാത്രം വാങ്ങിക്കൊണ്ടാണ് ഈ കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ നിർമ്മിച്ചു നൽകിയത്. ശ്രീ സന്ദീപ് ചിത്രത്തിൽ അവർ നമ്മുടെ ശാഖാംഗമാണ്. നമ്മുടെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവും ശ്രീ സന്ദീപ് ചിത്രത്തിലാണ് നിർവഹിക്കുന്നത്. ശ്രീ സന്ദീപ് ചിത്രത്തിൽ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ 1 ലക്ഷവും അതിന് മുകളിൽ തന്ന അംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ 1 രൂപ മുതൽ അല്ലെങ്കിൽ 100 രൂപ മുതൽ 5 ലക്ഷം രൂപ തന്ന അംഗങ്ങളെയൊക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇവരെല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങൾ എൻ്റെ അഭാവത്തിലും നമ്മുടെ ശാഖയുടെ ഓഫീസ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഓഫീസ് നിർവഹണം നടത്തുന്ന നമ്മുടെ ബീന ജയൻ ഓഫീസ് ക്ലർക്ക് ബീന ജയനും ഒരു ആദരവ് ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ ശാഖായോഗത്തിന്റെ കരുത്തും ആവേശവും നമ്മുടെ അംഗങ്ങളാണ്. ഓരോ അംഗങ്ങളെ എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും സമയക്കുറവ് മൂലം ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതോടൊപ്പം നമ്മുടെ മേൽശാന്തി ഉൾപ്പെടെ വിനീത് ശാന്തി ഉൾപ്പെടെ നമ്മുടെ ശാഖയിലെ ചന്ദ്രാമ്മ അല്ലെങ്കിൽ സന്ധ്യ അത് തികച്ചും സൗജന്യ രീതിയിൽ സേവനം ചെയ്യുന്ന നമ്മൾ വിജയമ്മ ഉൾപ്പെടെ നമ്മുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഓരോ പ്രവർത്തകരും അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ. കാരണം നമ്മുടെ ശാഖായോഗത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് കാര്യം ചെയ്താലും നോ എന്നില്ല, ഏത് കാര്യത്തിനും നമ്മളോടൊപ്പം ചോളോട് തോൾ ചേർന്നിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ, മറ്റ് പോഷക സംഘടനാ പ്രവർത്തകർ, കുടുംബയോഗ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളായിരുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ. ഭാവബിന്ദമുടു സത്യരൂപനാം ദേവനിൻ മഹിമയാർന്ന കോവിലിൽ പാവന പ്രഭേഴും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനേൻ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതേരുൾ തുരന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമേലെത്തണേ സ്തേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും കോമള പ്രഭതിളങ്ങണേ വിഭോ മാറ്റി നിന്മ
പോറ്റി പുൽകരുതു ധൂമരേഖകൾ മാറ്റിയന്ന മണിവാതിലൂടിടും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചീർത്തിതിന്നൊളി തെളിഞ്ഞു പൊങ്ങി നെയ്വാർത്തിടാകിലുമെരിഞ്ഞു മേൽക്കുമേൽ നേർത്തദേശമിണിയഞ്ചിടുന്നതിൻ മൂർത്തി മുൻപു നിഴൽ നീങ്ങി നിൽക്കണേ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ അനിയച്ചൻ അറുപതിൽ സ്വാഗതമാശംസ ശ്രീ സൈൻജുറ്റി കാഞ്ഞിരപ്പള്ളി, പ്രിയങ്കരനായ ശ്രീ വി ശശികുമാർ, വേദിയിലുള്ള ശ്രീ സാബുടി ഇല്ലിക്കളം, ശ്രീമതി പ്രിയാദേവി അശ്വതി, വിഷ്ണു സുഭാഷ്, ജയകുമാർ ടി കെ, സുധി മഠത്തിൽ, നരേന്ദ്രൻ എമ്മൻ, ചന്ദ്രദാസ്, ജയന്തി രാധാകൃഷ്ണൻ, രാജീവ് വി ആർ, സുനിൽ തടത്തിൽ, വി പി പ്രസന്നൻ, രഞ്ജിത്ത് രവീന്ദ്രൻ, എ കെ ബാബു, ശ്രീമതി ഇന്ദിരാ രഘുനാഥ്, പ്രമോദ് പ്രണവ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് നാടെമ്പാടും വിപുലവും വിശാലവുമായ തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം ചെയ്യുന്നത്. ഈ വർഷത്തെ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് മറിയപ്പള്ളി ശാഖയ്ക്ക് അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് 22 സ്ഥലം മുമ്പ് നമ്മൾ ആഗ്രഹിച്ച തരത്തിൽ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ധന്യ നിമിഷം കൂടി സംജാതമാണ്. ആ നിലയിൽ നമ്മുടെ ഇന്നത്തെ യോഗം അതിപ്രധാനമാണ്. നമ്മുടെ പൂർവികരുൾപ്പെടെ ആഗ്രഹിച്ചിരുന്ന കോട്ടയം യൂണിയൻ എടുക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അംഗബലവും കുടുംബത്തിൻ്റെ സാന്നിധ്യവുമെല്ലാമുള്ള ശാഖയാണ് അറിയപ്പെട്ടത്. എല്ലായ്പ്പോഴും കെട്ടുറപ്പോടുകൂടി ചിട്ടയോടുകൂടി എല്ലാ ഗുരുദേവ ദർശനവും മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന ഈ ശാഖയ്ക്ക് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സ്ഥലം. അത് ലഭ്യമായി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും നമുക്ക് ധന്യമായ ഒരു നിമിഷമായി ഈ ദിവസം മാറുന്നത്. അത് സമർപ്പിക്കപ്പെടുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതും അഭിമാനകരമായി കരുതുന്നു. നിരവധി ഘട്ടങ്ങളിൽ ഞാൻ MLA ആയിരുന്ന ഘട്ടത്തിലും അല്ലാത്ത ഘട്ടത്തിലും ഈ സന്നിധിയിൽ വരാനും നിങ്ങളുമായി ആശയവിനിമയം നടത്താനും ഗുരുദേവനെ കുറിച്ചുള്ള ദർശനങ്ങൾ പലപ്പോഴായി ചർച്ച ചെയ്യാനുമുള്ള അവസരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അതിപ്പോഴാണ് യാഥാർത്ഥ്യമായി മാറിയത്. ഏതായിരുന്നാലും അതിനുവേണ്ടി മുൻകൈയെടുത്ത ശാഖയുടെ ഭാരവാഹികളെയും യൂണിയൻ്റെ ഭാരവാഹികളെയും ഒപ്പം ആ സ്ഥലം തരാൻ സന്മനസ് കാണിച്ച ഹനീഫയും ഉൾപ്പെടെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമുക്ക് നിശ്ചയമായും അത്തരമൊരു സൗകര്യം കൂടി ഉറപ്പായുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ശാഖയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിപുലവും വിശാലവുമായ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ആ നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയകരമായി തീരട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ നാടെമ്പാടും ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ നാം കൊണ്ടാടുന്ന ഈ സന്ദർഭമാകട്ടെ ഗുരുദേവ ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തി ഇന്നും നിലനിൽക്കുന്ന ഘട്ടത്തിലും കാലവും ചരിത്രമുള്ളൊരു കാലം അത് തുടരുന്ന സന്ദർഭവും നമുക്ക് തിരിച്ചറിയാം. അത്തരമൊരു സന്ദർഭത്തിൽ ആ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർ ഈ ദിനത്തെ വരവേൽക്കുകയും ആ ദർശനം കൂടുതൽ ഉയർത്തിപ്പിടിക്കാനും അതിന് വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും പരിശ്രമിക്കുന്ന ഘട്ടം കൂടിയാണ്. ഇതിനെല്ലാം സൗകര്യമൊരുക്കിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അനന്തപുരി നിങ്ങൾക്കറിയാം, രാജാധിപത്യത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒരു കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി ഉൾപ്പെടെ ഭരണരംഗത്ത് നിന്നുകൊണ്ട് നയിച്ചിരുന്ന് പിന്നീട് രാജവംശത്തിലെ അനന്തപരമ്പരകളെല്ലാം നിറഞ്ഞു
നിന്ന് പ്രവർത്തനം നടത്തിയിട്ടുള്ള നാടാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരം ജനാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ വന്നതിന് ശേഷം രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭൂമി പല രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഓഫീസുകൾക്കും പല രൂപത്തിലുള്ള ക്ഷേത്രങ്ങൾക്കുമെല്ലാം പതിച്ചു കൊടുക്കാനും സൗകര്യങ്ങൾ ചെയ്യാനും ഒക്കെ സന്ദർഭം ഒരുക്കിയിരുന്നെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ആ കാലഘട്ടത്തിലൊന്നും ആരും ചിന്തിച്ചിരുന്നില്ല. അന്ന് ആരും അതിനുവേണ്ടി മുൻകൈ എടുത്തിരുന്നില്ല, അതിന് സ്ഥലം കണ്ടെത്തിയിരുന്നില്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അനന്തപുരിയിൽ പ്രൗഢഗംഭീരമായ ഒരു സ്ഥലത്ത് ഗുരുദേവന്റെ പ്രതിമ സ്ഥാപിക്കാനും അത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ കാത്തു സൂക്ഷിക്കാനും സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തു എന്നത് ചരിത്ര നിമിഷമാണ് എന്ന കാര്യം എടുത്ത് ഞാൻ സൂചിപ്പിക്കുക. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് പോയാൽ കാണാം, അവിടെ ഉണ്ടായ വേലുപ്പ് തമ്പി ദളവയുടെയും മന്നത്ത് പത്മനാഭന്റെയും അതുപോലെ തന്നെ നിരവധി കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ എല്ലാം വലിയ രൂപത്തിലുള്ള കുമാരനാശാന്റെ ഉൾപ്പെടെ നിരവധി പ്രതിമകളുള്ള സ്ഥാനത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. ആ സ്ഥാനം നമ്മൾ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ്, വിശേഷിയ പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ് മനോഹരമായ പ്രതിമ ഇന്ന് തിരുവനന്തപുരത്തിന്റെ തിരുനെറ്റിയിൽ തന്നെ ഏറ്റവും ആപ്റ്റായ സ്ഥലത്ത് കൃത്യമായി അവിടെ ഇന്ന് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ചെമ്പഴന്തിയിൽ നിന്ന് നിങ്ങൾ പോയാൽ, ഞാൻ കഴിഞ്ഞ ജന്മജയന്തി ആഘോഷം ചെമ്പഴന്തിയിലായിരുന്നു ഉദ്ഘാടനത്തിന് പോയത്. ചെമ്പഴന്തിയിൽ ഏതാണ്ട് 4 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ആ ജന്മസ്ഥലവും അതോടൊപ്പം തന്നെ ചെമ്പഴന്തി ആശ്രമവും എല്ലാം പരിരക്ഷിക്കാൻ വേണ്ടി ഒരു തീർത്ഥാടക ടൂറിസത്തിന്റെ രൂപത്തിലേക്ക് ഗവൺമെന്റ് അത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ നിലയിൽ ചെമ്പഴന്തിയെ കാത്തു സൂക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ശിവാനന്ദ സ്വാമി ഉൾപ്പെടെ അതേപോലെ തന്നെ ശിവഗിരി മഠത്തിന്റെ ഇന്ന് അധിപനായിട്ടുള്ള പ്രസിഡന്റ് സ്വാമിമാരുൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെമ്പഴന്തിയിൽ തീർത്ഥാടക ടൂറിസത്തിന്റെ പണം മുടക്കി തന്നെ ഈ ഗവൺമെന്റ് മനോഹരമായി നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യവും നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അവിടെ പോകേണ്ടത് ഞാൻ ഈ കഴിഞ്ഞ ജയന്തി ആഘോഷത്തിന് പോയിരുന്നു. അതേപോലെ തന്നെ എല്ലാം അറിയാം, ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ ഒരു കോളേജ് വേണമെന്ന ആവശ്യം ചിരകാല സ്വപ്നമായി ശ്രീനാരായണീയർ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങളാണ്. അങ്ങനെ ഒരു കോളേജാണ് ആവശ്യപ്പെട്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെന്റ് ഒരു സർവകലാശാല തന്നെ, ഓപ്പൺ സർവകലാശാല തന്നെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ഈ ഗവൺമെന്റ് ശ്രീനാരായണർക്ക് വേണ്ടി തന്നു. ആ ഓപ്പൺ സർവകലാശാല ഇന്ന് രാജ്യത്തെ തന്നെ രാജ്യാന്തര ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുള്ള കോഴ്സുകൾക്ക് അംഗീകാരവും ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഓൺലൈൻ കോഴ്സുകളിലും അതുപോലെ തന്നെ ഡയറക്റ്റായിട്ടുള്ള കോഴ്സുകളിലും വന്നു ചേരുന്ന ഓപ്പൺ സർവകലാശാലയായി അത് മാറിയിരിക്കുന്നു. അതിന് സ്വന്തമായ സ്ഥലത്തിന് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചു. അത് ഏറ്റെടുക്കുന്ന പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ ഓപ്പൺ സർവകലാശാല സ്ഥാപിച്ചുകൊണ്ടാണ് വരുന്നത്. അതുപോലെ ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ശിവഗിരിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷമായി എല്ലാ വർഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും അതിൽ പങ്കെടുക്കാറുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സമ്മേളനം നടക്കുന്ന ദിവസം മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടകൻ. തൊട്ടടുത്ത് ഞാനും പങ്കെടുക്കാറുണ്ട്. ആ പങ്കെടുക്കുമ്പോഴെല്ലാം അവിടെ കാണുന്ന ഇന്നത്തെ പുരോഗതി, വിവിധ തരത്തിലുള്ള വിപുലവും വിശാലവുമായ വികസന വീക്ഷണങ്ങൾ ഉയർത്തി എന്തൊക്കെയാണോ സ്വാമിമാർ ആവശ്യപ്പെട്ടത് അതെല്ലാം ചെയ്തു കൊടുക്കുന്ന രൂപത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ അത്രത്തോളം അതിന് പ്രസക്തിയുണ്ട്. ആ പ്രസക്തി ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഏതൊക്കെ തരത്തിലാണോ ഇടപെടേണ്ടത് ആ ഇടപെടലെല്ലാം ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം നമ്മുടെ രാജ്യത്തിന്റെ മുമ്പാകെ ഉത്തരപൂർവ്വ ഭാരതം എടുക്കുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ വിവിധ തരത്തിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലെ അഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷങ്ങൾ പരിവപ്പെടുകയാണ്. അത്തരമൊരു ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സന്ദേശം ഗുരുവിൻ്റെതാണ്. ഏറ്റവും ആദ്യവും അവസാനം നമ്മളെടുത്താൽ ഗുരുദേവന്റെ സാമൂഹ്യ വിപ്ലവത്തിന് തിരികൊളുത്തിയ സന്ദർഭമായിരുന്നു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ആഹ്ലാദം ചെയ്തിരിക്കുന്ന മനോഹരമായ കാവ്യഭാവന ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ആ സ്ഥാനത്ത് തുടങ്ങിയ ആ സാമൂഹ്യ വിപ്ലവം
അന്ന് ഇളകിയാടുന്ന പ്രമാണിമാരെല്ലാം ഗുരുദേവന് നേരെ ആഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷ്ഠ നടത്താൻ എന്ത് അവകാശം? ഇത് ബ്രാഹ്മണന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കർമ്മമാണ് പ്രതിഷ്ഠ. അരുവിയിൽ മുങ്ങിയെടുത്ത കല്ല് പ്രതിഷ്ഠിച്ച് ആ പ്രതിഷ്ഠയെ ആക്ഷേപിച്ചപ്പോൾ ഗുരു പറഞ്ഞ മറുപടിയുണ്ട്, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. റവല്യൂഷനായിരുന്നു. അവിടെ തുടങ്ങി പിന്നീട് ഇങ്ങോട്ടുള്ള പല രൂപത്തിലുള്ള ചിന്തകളും വീക്ഷണങ്ങളും ഉയർന്നു വരുമ്പോൾ ആ വീക്ഷണങ്ങളിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു നാഴികക്കല്ലാണ് വൈക്കം സത്യാഗ്രഹം. യഥാർത്ഥത്തിൽ ഗുരുവിനെ സൈക്കിൾ റിക്ഷയിൽ വരുമ്പോൾ തടഞ്ഞ പ്രമാണിമാരും സവർണ മേധാവികളും അദ്ദേഹത്തെ ആക്ഷേപിച്ച സന്ദർഭത്തിൽ രോഷാകുലനായ ടി കെ മാധവനാണ് യഥാർത്ഥത്തിൽ മുൻകൈയെടുത്ത് ഗാന്ധിജിയുമായി ആശയവിനിമയം നടത്തിയും ഗുരുദേവന്റെ അനുഗ്രഹാശത്തോടുകൂടി വൈക്കം സത്യാഗ്രഹത്തിൽ 1924 തുടക്കം കുറിച്ചു. 603 ദിവസം നീണ്ടുനിന്ന ആ സമരം ഇന്ത്യയുടെ സാമൂഹ്യ വികാസ പ്രക്രിയയിലെ ഉജ്ജ്വലമായ സമരത്തിന്റെ ഉന്നത രൂപമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമരമാണ്. ഏറ്റവും വലിയ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നടന്ന ദേശീയ സമരത്തിലെ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹത്തിൽ ഗുരുദേവൻ നേരിട്ട് പോയി 1000 രൂപ ആ കാലഘട്ടത്തിൽ സംഭാവന കൊടുത്ത രംഗമുണ്ട്. മുല്ലൂർ മഠം കേന്ദ്രീകരിച്ച് വളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്തെടുത്ത രംഗമുണ്ട്. ആ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നത്. അവസാനം ഗാന്ധിജിക്ക് ഗുരുവിൻ്റെ ദർശനത്തിന് കീഴ്പ്പെടേണ്ടി വന്ന സന്ദർഭം ഒരുക്കിയത് എത്ര മനോഹരമായി, എത്രയോ ആശയവ്യക്തതയോടെ, എത്രയോ ദിശാബോധത്തോടെ ഗാന്ധിജിക്ക് പോലും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ ഗുരുദേവന്റെ ദർശനത്തിന് ആ ഗാന്ധിജിയും വഴങ്ങുന്ന രംഗം ആ ചോദ്യോത്തരത്തിൽ നാം കാണുകയാണ്. അതിൻ്റെ ആഘോഷ പരിപാടികൾ നമ്മൾ ഈ അടുത്ത കാലത്ത് എടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായി ഗുരുദേവൻ ഉയർത്തിയ ഏറ്റവും ഉന്നതമായ വീക്ഷണവും ഉദാത്തമായ ഒരു മാനവികയുടെ ദർശനമായിരുന്നു 1924 മാർച്ചിൽ നടന്ന ആലുവ അദ്വൈത ആശ്രമത്തിലെ സർവമത സമ്മേളനം, പലമത സാരോമേഘം എന്ന സന്ദേശം. അറിയാനും അറിയിക്കാനുമല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആ സമ്മേളനം ഇന്ന് ലോക ചരിത്രത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ്. പലമത സാരോമേഘം എന്ന സന്ദേശം. അപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ സർവമത സമ്മേളനത്തിൻ്റെയും 100ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടം കൂടിയാണ് ഈ സന്ദർഭം. അതേപോലെ 1924 നമ്മുടെ മഹാകവി കുമാരനാശാന്റെ 150ാം ജന്മദിനവും 100ാം ചരമവാർഷികത്തിലേക്കും എത്തിയ ഘട്ടമാണ്. കുമാരനാശാനായിരുന്നു നമ്മുടെ ഗുരുദേവന്റെ ആദ്യത്തെ ശിഷ്യൻ. ആ ശിഷ്യനെ SNDP യോഗത്തിന്റെ പ്രഥമ സെക്രട്ടറിയായി വാഴിക്കുന്ന ഘട്ടത്തിൽ ഗുരുദേവന് തെറ്റിയില്ല. അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ വളരെ ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ അനുഗ്രഹാശസ്സോടുകൂടി കുമാരനാശാൻ വലിയ രൂപത്തിൽ കാവ്യഭാവനകളെ അദ്ദേഹം തന്റെ തൂലികയിൽ കൂടി വിപ്ലവാത്മക ചിന്തയിലൂടെ സാമൂഹ്യ മാറ്റത്തിന് തിരികൊളുത്തിയ എത്രയോ കാവ്യഭാവനകൾ. അദ്ദേഹത്തിന്റെ വീണപൂവ് എടുത്താൽ, ചിന്താവിഷ്ടയായ സീത എടുത്താൽ, സിംഹപ്രസവം എടുത്താൽ, ഗ്രാമകൃഷ്ണത്തിലെ കുയിലെടുത്താൽ, നളിനി എടുത്താൽ, ലീല എടുത്താൽ, അതേപോലെ തന്നെ ദുരവസ്ഥ എടുത്താൽ, ചണ്ടാലവിഷ്ടി എടുത്താൽ, അവസാനമായി കരുണ എടുത്താൽ, ഈ മനോഹരമായ കാവ്യഭാവനകളെല്ലാം നിഴലിക്കുന്ന സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി അദ്ദേഹം തൂലികയെ പടവാളാക്കിക്കൊണ്ട് നടത്തി കാവ്യഭാവന ഗ്രഹിച്ചതാണ്. അത്തരത്തിൽ ആശാന്റെ ആ കാവ്യഭാവനകൾ നമ്മുടെ നാടിന്റെ സാമൂഹ്യ വികാസ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി അത് മാറുകയാണ്. തിരുമൂലം പ്രജാസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും അർത്ഥപൂർണമാകുന്ന രംഗവും അദ്ദേഹം സ്വാതന്ത്ര്യബോധത്തിലൂന്നി നിന്നുകൊണ്ട് നടത്തിയ കാവ്യഭാവനയും സ്വാതന്ത്ര്യം തന്നെ അമൃതമെന്നും സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്നും പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നും പാടിയ ആശ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നൽകിയ മഹത്തായ സംഭാവനകൾ നാം അനുസ്മരിക്കുകയാണ്. അത്തരത്തിൽ ഗുരുദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഗുരുദർശനങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ശിഷ്യഗണങ്ങളിൽ അതിൽ നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു. ആ നാനാജാതി മതസ്ഥരിൽ 12ാം സാക്ഷിയായി SNDP യോഗം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് അമേരിക്കക്കാരനായ ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹത്തിന് ഫാൻറ്റം ഷർട്ടുമായിരുന്നു തൻ്റെ സന്യാസി വരി എന്ന രൂപത്തിൽ ശിഷ്യൻ എന്ന രൂപത്തിൽ ഗുരു കൊടുത്തിരുന്നത്. അദ്ദേഹമാണ് 12ാം സാക്ഷിയായി ഉൾപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ആ വകുപ്പെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ എത്ര ഉന്നതമായ വീക്ഷണങ്ങളായിരുന്നു ഗുരുദേവനുണ്ടായിരുന്നത്. എല്ലാ അർത്ഥത്തിലും നാനാജാതി മതസ്ഥരെ ഏകോപിപ്പിച്ച് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ദർശനമുയർത്തി ഏകോദര സഹോദരങ്ങളെപ്പോലെ അദ്ദേഹം മനുഷ്യനെ കണ്ട് ഒരു വിശ്വമാനവിയുടെ സന്ദേശമുയർത്തിയ യുവപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ കാലവും ചരിത്രമുള്ള ഒരു കാലം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇന്ന് ഒരു സർവഗുരു, ജഗദ്ഗുരു അല്ലെങ്കിൽ ലോകാരാധ്യനായ ഒരു ഗുരുദേവൻ
നമ്മൾ ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് എന്ന കാര്യം. ആ ഗുരുദേവന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ നാടെമ്പാടും നടക്കുമ്പോൾ അർത്ഥപൂർണമായ അവസ്ഥയിൽ ഈ ആഘോഷം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മറിയപ്പള്ളി ശാഖയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ വസ്തു സമർപ്പണ സമ്മേളനവും ആഘോഷ പരിപാടികളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വസ്തു സമർപ്പണമാണ് നൽകുവാൻ ശ്രീ വസന്താനെയും സ്വീകരിക്കുക ബഹുമാനപ്പെട്ട ശശിധരനെ ക്ഷണിക്കുന്നു. നൽകുവാൻ വസന്താനെ ക്ഷണിക്കുന്നു. ശ്രീ ശശിധരനെ രണ്ടു സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. ഗുരുവിൻ്റെ പദകമലങ്ങളിൽ നമസ്കാരം. പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശാഖയുടെ പ്രസിഡന്റുമായ ശ്രീ അനിയപ്പൻ അവറുകൾ, ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ വി എൻ വാസവൻ അവറുകൾ, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട ശാഖയുടെ സെക്രട്ടറി ശ്രീ സൈജു അവറുകൾ, ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബഹുമാന്യനായിട്ടുള്ള വിഷ്ണു നാരായണൻ അവറുകൾ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. എന്നോട് 2 വാക്ക് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 വാക്കായിട്ട് ഏതായാലും പറയാൻ പറ്റത്തില്ല. ഞാൻ 2 വാക്കിൽ കൂടുതൽ സംസാരിക്കും. കാരണം നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഭഗവാൻ ഒരു ഭാഗ്യം നൽകിയിരിക്കുകയാണ്. നമ്മളുടെ സമൂഹത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള ലോകമെമ്പാടും അല്ലെങ്കിൽ കേരളം മുഴുവനുള്ള ശ്രീനാരായണ സമൂഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോഴും ആഗ്രഹങ്ങളായിട്ട് മാത്രം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറിയപ്പള്ളിക്കാരുടെ ചെറുതെങ്കിലും നമ്മളെ സംബന്ധിച്ച് വലുതായ ആഗ്രഹം നിറവേറ്റിയ ഒരു പുണ്യമായ സുദിനമായിട്ടാണ് ഇന്ന് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത്, എല്ലാ കാലത്തും നമുക്ക് ജയന്തിയും സമാധിയും ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ കേരളം എമ്പാടും ലോകമെമ്പാടുമുള്ള ഗുരുഭക്തന്മാരെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഗുരു പറഞ്ഞ ആ വീക്ഷണത്തിലോട്ട് ഗുരുവിൻ്റെ ഭക്തരെന്ന് സ്വയം അഭിമാനിച്ച് നടക്കുന്ന നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ള പുനഃപരിശോധനാ ദിനം കൂടിയായിരിക്കണം ഇതുപോലുള്ള ചടങ്ങുകൾ. കാരണം നാളെ 171ാമത് തിരുജയന്തി സമാഗതമാകുകയാണ്. ഭഗവാന്റെ 171 വർഷത്തെ തിരുജയന്തി കേരളീയ സമൂഹം ആഘോഷിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ തിരുജയന്തി കേരളീയ സമൂഹം ഒന്നാകെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 138 വർഷമേ ആയിട്ടുള്ളൂ. കാരണം 1888 ഭഗവാന്റെ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് അരുവിപ്പുറത്തിന് പുറത്തുള്ള ശ്രീനാരായണ സമൂഹമെന്ന് നാം ഇപ്പോൾ പറയുന്ന ആളുകൾ ഗുരുവിൻ്റെ മഹത്വപൂർണമായ അവതാരകാലത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് ആഘോഷിക്കാനും തുടങ്ങിയത്. അപ്പോൾ 1888 ഭഗവാൻ അവിടെ അരുവിപ്പുറത്ത് ഒരു ശിലാഖണ്ഡം എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജനസംഖ്യയുടെ 90% ആളുകൾക്കും വഴി നടക്കാനും തൊഴിലെടുക്കാനും പേരിടാനും പെരകെട്ടിക്കാനും എന്തിനു പറയുന്ന ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണെന്ന് 1000 ആണ്ടുകളായിട്ടല്ല, കുറച്ച് കാലങ്ങളായിട്ട് നിയമം മൂലം നമ്മൾ അകറ്റി നിർത്തിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനാണ് ഗുരുവിൻ്റെ തത്വദർശനമായ സന്ദേശങ്ങൾ നമുക്ക് നൽകിയത്. എന്താ പറഞ്ഞത്? വിദ്യത കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ഗുരു പറഞ്ഞു.
നമ്മൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരായോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളായിട്ടില്ല. കാരണം 888 ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചായിരുന്നു, ഈഴവനായ നിങ്ങൾക്ക് ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട വിഗ്രഹപ്രതിഷ്ഠകൾ നിർവഹിക്കാനായിട്ട് ആരാണ് അധികാരം നൽകുന്നത്? ഏത് വേദമാണ് നിങ്ങൾക്ക് അതിൻ്റെ പിൻബലം നൽകിയതെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മിനിസ്റ്റർ തുടങ്ങിയെടുത്തെന്നാണ് ഞാൻ ആരംഭിക്കുന്നത്, അവസാനിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ആരാണ് അവകാശം അല്ലെങ്കിൽ അധികാരം തന്നതെന്ന് ചോദിച്ച ചൂണ്ടുവരല് ഒരു ഈഴവ സ്ത്രീ പ്രസവിച്ച ഈ കേരളത്തിൻ്റെ മൊത്തം ദേവസ്വത്തിൻ്റെ മഹാരാജാവിനേക്കാളും പദവിയുള്ള മന്ത്രിയായിട്ടിരിക്കുന്ന VN വാസവൻ അവർ ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്കിപ്പോഴും കോരന് കുമ്പിളിലാണ് കഞ്ഞി എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങ് തൃശ്ശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഗുരുവിനോടിൻ്റെ മുഖത്ത് നോക്കി ചൂണ്ടിയ വിരലിൻ്റെ വ്യാഖ്യാതാക്കൾ ഇന്നും ചോദിച്ചിട്ടുണ്ട്, ഈഴവനെ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് ഒരു പൂകെട്ടുകാരനായിട്ട് പോലും കയറ്റാനായിട്ട് മനസ്സില്ലാത്ത ബ്രാഹ്മണന്മാർ ഇന്നുമുണ്ടെന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവാണ് 138 കൊല്ലത്തിന് മുമ്പ് അരുവിപ്പുറത്ത് ഗുരുവിന് നേരെ ഉയർന്ന വിരലിൻ്റെ പിന്മുറക്കാർ ഇന്ന് തൃശ്ശൂർ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഒരു കഴകക്കാരനായിട്ട് ഒരു ഈഴവനെ അകത്ത് കയറ്റിക്കഴിഞ്ഞപ്പോൾ 6 ദിവസക്കാലം ക്ഷേത്രം അടച്ചിട്ടുകൊണ്ട് അവർ പ്രതിഷേധിച്ചു. അവരുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ ഈഴവനായിട്ടുള്ള കഴകക്കാരനെ പൂകെട്ടുകാരനെ മാറ്റിയിട്ടാണ് അവരുടെ ക്ഷേത്രം തുടങ്ങിയത്. അപ്പോൾ ഗുരു തുടങ്ങി വെച്ചത് ഇവിടെ വിജയിച്ചോ എന്നുള്ളതാണ് നമ്മുടെ പുനർചിന്തനം. മതേതരത്വം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മളിവിടെ നിങ്ങളിപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെയും അതുപോലുള്ള ആളുകളുടെയൊക്കെ പ്രസംഗത്തിൽ പറയും ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള അധസ്ഥിത മനോഭാവത്തെ തുടച്ചു നീക്കിയെന്ന് പറയാം. എന്ന് പറഞ്ഞെങ്കിൽ ജന്മിത്വത്തെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ജന്മിത്വത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജന്മിയായിട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് കുടിയാനായിട്ടുള്ള ആളുകൾ കേൾക്കണം. കുടിയാൻ്റെ അഭിപ്രായം എന്താണെങ്കിലും ജന്മിയുടെ അഭിപ്രായത്തിലാണ് മുൻതൂക്കമുള്ളത്. ജന്മിത്വം അവസാനിച്ചു. എങ്ങനെയാണ് ജന്മിത്വം അവസാനിച്ച? ഈ പറയുന്ന വസ്തുവിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം 10 സെൻറ്റ് നിയമം വന്നതോടുകൂടി സാധാരണക്കാരും ജന്മിമാരായിട്ട് തീർന്നു, ഭൂമിൻ്റെ ഉടമയായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. ആ ജന്മിത്വം വേറൊരു രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ ജന്മിത്വം തിരിച്ചു വന്നിരിക്കുന്നത്? പണ്ട് ജന്മി കുടിയാൻ ബന്ധം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉടമസ്ഥനും വസ്തുവിൽ താമസിക്കുന്ന കുടിയാന്മാരുടെയും കൂടെ ബന്ധമായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടി കുടിയാൻ ബന്ധമാണുള്ളത്. പാർട്ടി കുടിയാൻ ബന്ധമാണ്. എങ്ങനെയാണ്? എല്ലാ പാർട്ടിയുടെയും, ഒരു പാർട്ടിയല്ല മുഴുവൻ പാർട്ടിയുടെയും, എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ തീരുമാനിക്കുമ്പോൾ അടിമത്ത മനോഭാവമുള്ള കുടിയാന്മാരായിരുന്നു കൊണ്ട് എല്ലാ പാർട്ടിയുടെയും അണികൾ സത്യം തിരിച്ചറിയാതെ അസത്യത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന അടിമത്വം ഇന്നും വന്നിരിക്കുന്നു. ഇതാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാക്കാൻ. നിങ്ങൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണം എന്നാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ആശാന്റെ വരികൾ ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ ഉച്ചരിച്ചല്ലോ, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും പാരതന്ത്ര്യം തന്നെയാണ്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. നമുക്ക് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും പൊക്കിപ്പിടിച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ, ഭരണഘടന ഭരണഘടന ഭരണഘടനയെന്ന്. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഭരണഘടനാ ശില്പിയായിട്ടിരുന്ന ഡോക്ടർ BR അംബേദ്കർ അവർ ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് എന്നായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതൊക്കെ മുമ്പ് അദ്ദേഹം ഞാനിപ്പോൾ ഈ കോട്ടയം പട്ടണത്തിലൂടെ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ഔദ്യോഗികമായിട്ട് എന്നെ അറിയപ്പെടുന്ന ഞാൻ കോട്ടയം യൂണിയൻ്റെ ഒരു സെക്രട്ടറിയുടെ സ്ഥാനത്ത് വന്നതിന് ശേഷമാണ് ഈ ശശികുമാറിനെ നിങ്ങൾ തിരിച്ചറിയുന്നത്. ഗുരുദേവൻ ഈ നാട് മുഴുവൻ നടന്നിട്ടുണ്ട്. നമ്മൾ ഗുരുവിനെ തിരിച്ചറിയുന്നതെന്നാണ് 888 ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം പൊതുസമൂഹം ഗുരുവിനെ, നാരായണനെ, നാണുവിനെ ഗുരുവായിട്ട് അംഗീകരിച്ച കാലത്തിന് ശേഷമുള്ള ഗുരുവിനെയാണ് നമ്മൾ കാണുന്നത്. അത് മുമ്പ് അവധൂതനായിട്ട് ഗുരു ഒരുപാട് പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ BR അംബേദ്കർ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകന് ഒരു വലിയൊരു അസുഖം വന്ന ആമവാദം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമാണ് ഇന്ത്യയില്ല. ബ്രിട്ടീഷുകാർ അവർക്ക് ഭരിക്കാനുള്ള സൗകര്യം എന്നുള്ള പേരിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. കേരളമില്ല, നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമാണ്. തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറും. അതിൻ്റെ അകത്ത് ആ കൂട്ടത്തിൻ്റെ അകത്ത് വേറെ ചെറുകൂട്ടങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടമാണിത്. അപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് ആരെ കാണാനാണെന്നറിയാവോ? ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ
പാണാവള്ളി കൃഷ്ണൻ വൈദ്യരെ കാണാനാണ് വന്നത്. അദ്ദേഹത്തിന് ഉപദേശം കിട്ടി. ഈ അസുഖം മാറ്റാനായിട്ട് പ്രാപ്തിയുള്ള ഒരാൾ മലയാളക്കരയിലുണ്ട്. ആരാണത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ പാണാവള്ളി കൃഷ്ണൻ വൈദ്യര്. BR അംബേദ്കർ 1930 എൻ്റെ നാട്ടിൽ ചേർത്തലയിൽ പാണാവള്ളിയിൽ വന്നിട്ട് കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വന്നു. കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും ആ നയിത്തം പോയിട്ടില്ല. നമ്മൾ മറ്റുള്ളവനെ കുറ്റം പറയുന്നത് പോലെ തന്നെ ബ്രാഹ്മണനും അതുപോലുള്ള ജാതിക്കാരിലും നമ്മളെ അയിത്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലെ നമ്മുടെ ആളുകൾ നമ്മളിൽ കീഴാളന്മാരായിട്ട് ചിന്തിച്ചിരുന്ന ആളുകൾക്ക് നമ്മളും അയിത്തം കൽപ്പിക്കുമായിരുന്നു. അന്നത്തെ പട്ടികജാതി പട്ടികവർഗക്കാർക്കൊന്നും ഈഴവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറയുന്ന BR അംബേദ്കർ അവർ ജാതീയ ശ്രേണിയിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ദളിതനാണ്. കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നമാണ്. കൃഷ്ണൻ വൈദ്യരുടെ വീട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല. കൃഷ്ണൻ വൈദ്യർ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ മറ്റൊരു ഭവനത്തിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് 2 ദിവസക്കാലം ഡോക്ടർ BR അംബേദ്കർ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗുരുവിൻ്റെ ഏകലോക ലക്ഷ്യത്തെക്കുറിച്ചും മാനവികതാ സന്ദേശത്തെക്കുറിച്ചും ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തിൻ്റെ സംസ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് പാണാവള്ളി കൃഷ്ണൻ വൈദ്യര് ഡോക്ടർ BR അംബേദ്കറുമായിട്ട് സംവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിൾ എടുത്തു നോക്കുമ്പോഴും ഗുരുവിൻ്റെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം ഇന്ത്യൻ ഭരണഘടനയിൽ തെളിഞ്ഞു കാണാം. അത് പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ ഒരു സംഭാവനയാണ്. ഇതുപോലെ മാസങ്ങളോളം BR അംബേദ്കറുടെ മകൻ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ താമസിച്ച് ചികിത്സ ഏറ്റുവാങ്ങി പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് തിരിച്ചു പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗുരുവിൻ്റെ തത്വദർശനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് സമുദായമില്ല. സമുദായത്തിൽ ആളുകളുടെ എണ്ണം കുറവാണ്. നമ്മുടെ സമുദായം, ഈഴവ സമുദായം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിമകളായിട്ട് തീർന്നതുകൊണ്ട് സ്വന്തം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് ശബ്ദമില്ലാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ അവർ അദ്ദേഹം ഏറ്റവും വലിയ വർഗീയവാദിയാണെന്നാണ് ദൃശ്യപത്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരും ഈഴവ സഹോദരന്മാരുമായിട്ട് എത്രമാത്രം ഹൃദയബന്ധത്തിലാണ് നമ്മളെല്ലാം ഇന്നും കഴിഞ്ഞു പോകുന്നത്. നമുക്കാർക്കും ഒരു ജാതീയതയില്ലെന്ന് അവർക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഈ രാജ്യത്തെ ദൃശ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞു എന്നുള്ളത് പ്രദർശിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ 947 ശേഷം ജനസംഖ്യാനുപാതികമായിട്ട് നമുക്ക് സാമൂഹിക നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹം ഉയർത്തിയ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ രാജ്യത്തെ ഒരു കക്ഷി രാഷ്ട്രീയക്കാരും ദൃശ്യ മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല. ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരുടെ മുഴുവൻ പേറ്റന്റും മുസ്ലിം ലീഗിൻ്റെതല്ല. ഈ മുസ്ലിം സഹോദരന്മാരെല്ലാം അറേബ്യയിൽ നിന്ന് ഇവിടെ കപ്പൽ പിടിച്ചിറങ്ങി വന്ന ആളുകളല്ല. ചരിത്രം പരിശോധിച്ച് വെച്ചാൽ നമുക്കറിയാം, ഇവിടുത്തെ നമ്മുടെ ആളുകൾ ഈഴവരാണ് ഇവിടുത്തെ മതം മാറ്റം മുഴുവൻ നടത്തി അവരായി തീർന്നിരിക്കുന്നത്. ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ 99.9% ആളുകളും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അവിടുന്ന് അറേബ്യയിൽ നിന്നും അവിടുന്ന് കപ്പലിൽ നിന്നും ആരും ഇവിടെ വന്ന് ഇറങ്ങിയിട്ടില്ല. കാര്യം വഴി നടക്കാനും തുണി ഉടുക്കാനും പെരകെട്ടാനും പേരിടാനും അവകാശമില്ലായിരുന്ന സമൂഹത്തിന് മതം മാറിക്കൊണ്ട് മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് തൊപ്പി വെച്ചുകൊണ്ട് കിടന്ന ഈ നാട്ടിലൂടെ ഏത് വഴിക്കും പോകാം, കുരിശണിഞ്ഞുകൊണ്ട് വന്നാൽ ഈ നാട്ടിൽ ഏത് വഴിക്കും പോകാം. അതുകൊണ്ടാണ് ഈ മതം മാറ്റം മുഴുവൻ ഉണ്ടാക്കിയത് ബ്രാഹ്മണ്യത്തിൻ്റെ അറുതികളില്ലാത്ത നമ്മളോട് കാണിച്ച പീഡാനുഭവങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നമുക്കറിയാമല്ലോ, ശബരിമലയിൽ നമുക്കിപ്പോഴും ഇവിടെ ഇരിക്കുന്ന വിഷ്ണുനാരായണൻ തന്ത്രി ഇദ്ദേഹം ഉൾപ്പെടെ കേസ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. എന്താണ് അവിടെ ഞാൻ എല്ലാ കാലവും പ്രസംഗിക്കും, കഴുതേനെ വരെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. ചെമ്പടി ചുമന്നിട്ട് പോകുന്ന കഴുതേനെ വരെ സ്വാമി എന്നാണ് വിളിക്കുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി അത് നീയാണെന്നാണ് പറയുന്നത് അല്ലേ. ഈഴവരുമായിട്ട് പൊക്കൽക്കൊടി ബന്ധമുള്ളൊരു സംസ്കാരമാണ് ശബരിമല ധർമ്മശാസ്താവിനുള്ളത്. എന്താണ് ആ പൊക്കൽക്കൊടി സംസ്കാരം? ശബരിമല അയ്യപ്പ സ്വാമിയുടെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ കഥയാണെങ്കിലും കാര്യമാണെങ്കിലും കഥയിൽ പേരെടുത്ത് പറയുന്ന ഒരേ ഒരു സമുദായമുള്ളത് ഈഴവ സമുദായമാണ്. എന്താണ്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചീരപ്പൻ ചിറയിലെ കളരിയിൽ വന്നാണ്
അയ്യപ്പൻ ആയോധന കല പഠിച്ചെന്നാണ് അയ്യപ്പ ചരിത്രത്തിൽ പറയുന്നത്. നമ്മളാരും വെള്ളാപ്പള്ളി നടേശൻ അവർകളോ ഗുരുസ്വാമിയോ പറഞ്ഞതല്ല, അയ്യപ്പ ചരിത്രത്തോളം പഴക്കമുള്ളൊരു കഥയാണ്. ആ അയ്യപ്പൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഈ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലുള്ള മുഹമ്മ പഞ്ചായത്തിലുള്ള ചീരപ്പഞ്ചിറ എന്ന് പറഞ്ഞ ഈഴവ തറവാട്ടിൽ വന്ന് കളരി പഠിക്കാനായിട്ട് വരുമ്പോൾ നമുക്കറിയാം, ഒരു കളരിയിൽ ചെന്ന് ഒരു കളരി ഗുരുവിനെ നമ്മൾ വരിക്കണമെങ്കിൽ പാദ നമസ്കാരം ചെയ്ത് ശിഷ്യത്വം സ്വീകരിക്കണം, അവിടുത്തെ കളരിയിൽ ഉറങ്ങണം, അവിടുത്തെ കുളത്തിൽ കുളിക്കണം, അവിടുത്തെ കട്ടിലിൽ കിടക്കണം, അവിടുത്തെ കളരി ഗുരുക്കളുടെ ഭക്തി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. ഇതിനൊന്നും ഒരു അയിത്തവും ഇല്ലായിരുന്നല്ലോ. ആ അയ്യപ്പൻ വിഗ്രഹ രൂപത്തിലായി കഴിഞ്ഞപ്പോൾ കണ്ഠരര് മഹേശ്വരര് ഈ രാരാരീ കൊടുത്തെങ്കിലേ കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മളെ കൊണ്ടുപോയി ചരിത്രം കൊണ്ടുപോയി പറ്റിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ കളരിയിൽ കിടന്നുറങ്ങിയപ്പോൾ അയ്യപ്പന് അയിത്തമില്ല, ആ കുളത്തിൽ കുളിച്ചപ്പോൾ അയ്യപ്പന് അയിത്തമില്ല, ആ അമ്മ കൊടുത്ത ആഹാരം കഴിച്ചപ്പോൾ അയ്യപ്പന് അയിത്തമില്ല. അയ്യപ്പൻ വിഗ്രഹ രൂപത്തിൽ വിലയം പ്രാപിച്ച് ശബരിമല ചെല്ലുമ്പോൾ മലയാള ബ്രാഹ്മണൻ കൊടുത്തെങ്കിലേ അയ്യപ്പൻ അമൃതത്തെ കഴിക്കുകയുള്ളെന്ന് പറയുന്ന ആ വിഡിത്തം 1888 അരിവപ്പുറത്തൊരു ശിലാഖണ്ഡം എടുത്തു വെച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരു ലോക സമൂഹത്തിന് കൊടുത്തൊരു സന്ദേശമാണ് ഹോണറബിൾ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ മാതൃകാസ്ഥാനമായില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ തെളിവാണ് കൂടൽമാണിക്യം ക്ഷേത്രം. മാതൃകാസ്ഥാനമായിരുന്നെങ്കിൽ അവിടെ കയറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇന്ന് സനാതന ധർമ്മത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ലോകം മുഴുവൻ ഗണിക്കുന്ന സ്വാമി വിവേകാനന്ദൻ ഈ കേരളക്കര അല്ലെങ്കിൽ മലയാളക്കര അദ്ദേഹം വരുമ്പോൾ കേരളമില്ല, കേരളം രൂപപ്പെട്ടിട്ടില്ല. തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറുമാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിൻ്റെ അവധൂത വൃത്തിയുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പഹൽഗാമിൽ വന്ന ടൂറിസ്റ്റുകളുടെ മതപരിശോധനയ്ക്ക് ശേഷം വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഞടുങ്ങിപ്പോയി. അവരുടെ തുണി മാറ്റി നോക്കിയെന്നല്ലേ പറയുന്നത്. ഇതുപോലെ കേട്ടപ്പോൾ നമുക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായി. ഇതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ തുണി മാറ്റി നോക്കിയായിരുന്നു. നിങ്ങൾക്കറിയാവോ അത്? വിവേകാനന്ദ സ്വാമിയുടെ തുണി മാറ്റി നോക്കി എവിടെ വെച്ചാണ്? അങ്ങ് നമ്മുടെ പ്രഥമമായിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബംഗാളിൽ നിന്നാണ് വരുന്നത്. ബംഗാൾ ആരുടെ നാടാണ്? കാളിയുടെ നാടാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു കാളി ഉപാസകനാണ്. കാളിയെ സേവിച്ചുകൊണ്ട്, കാളിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതക്രമം രൂപീകരിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മഹാദേവി ക്ഷേത്രമുണ്ട്, ഒരു കാളി ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയാണത്, എനിക്ക് അമ്മയെ കാണണം. ഓ, ഓടി അങ്ങോട്ട് ചെന്ന് അമ്മയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ദൂതന്മാർ പുറത്തു നിന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് അമ്പലത്തിൽ കയറി അമ്മയെ കാണണം. ഇവിടെ കാണാൻ പറ്റത്തില്ല. എന്താ കാര്യം? തുണി മാറ്റി നോക്കണം. എന്താണ് തുണി മാറ്റി നോക്കി കാണുന്നത്? എന്താണ് കാണുന്നത്? കൗവീന ഉടുത്തിട്ടുണ്ടോ എന്നല്ല നോക്കുന്നത്, നൂലിട്ടിട്ടുണ്ടോ എന്നാണ് നോക്കണം. മനസ്സിലായോ? തുണി മാറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൂലില്ല, കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കയറാൻ പറ്റത്തില്ലെന്ന് പല പ്രാവശ്യം അദ്ദേഹം ശ്രമിച്ചു, കയറാൻ പറ്റത്തില്ല. അബ്രാഹ്മണർക്ക് കയറാൻ പറ്റത്തില്ല. ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ നൂല് ഉപയോഗിക്കുന്നത്, അല്ലാതെ ബ്രഹ്മത്തെ അറിയാനല്ല നൂല് ഉപയോഗിക്കുന്നത്. നമ്മളെ പറ്റിക്കുകയാണ്. ഗുരു പറഞ്ഞില്ലേ ഈ നൂല് കൊണ്ടുള്ളൊരു ഉപയോഗം കളിയാക്കുന്ന രീതിയിൽ. നമ്മുടെ മനോജ് കെ ജയൻ്റെ അപ്പൂപ്പൻ ഭഗവാൻ ഇവിടെ നാഗമ്പടത്ത് വന്നപ്പോൾ വലിയ നൂലുമൊക്കെ കെട്ടിക്കെട്ടി ചെന്നു. അഭിനവ ബ്രാഹ്മണനായിട്ട് ചെന്നപ്പോൾ ഗുരുദേവൻ ചിരിച്ച് അദ്ദേഹത്തെ നോക്കി, കൃപയും ജ്ഞാനവും ഫലിതവും ചേരും മധുരഭാവന മനോജ്ഞവാണികളെന്ന് ചുമ്മാതെയല്ല സഹോദരൻ പറഞ്ഞത്. ഗുരു അദ്ദേഹത്തെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, പൂണൂലിട്ടിട്ടുണ്ട്, ഇത് താക്കോൽ കൂട്ടം കെട്ടി സൂക്ഷിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. വേറെ ഒന്നിനും കൊള്ളത്തില്ല ഈ നൂല്. മനസ്സിലായോ? അപ്പോൾ നൂല് കെട്ടിക്കേണ്ടെന്നപ്പോൾ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തുണി മാറ്റി നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നൂലില്ല, ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ മണ്ണിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞു, ഈ കേരളം എന്നല്ല പറഞ്ഞത്, മലയാളക്കര മുഴുവൻ ഭ്രാന്താലയമാണ്, ഭ്രാന്തന്മാരുടെ കൂട്ടമാണ്. ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഭ്രാന്തനുണ്ടെങ്കിൽ ഈ യോഗം വരെ നമ്മൾ മാറ്റും, അല്ലേ? അപ്പോൾ മൊത്തം ഭ്രാന്താണെങ്കിലുള്ള അവസ്ഥയാണ്. ആ ഭ്രാന്താലയം എന്ന് പറഞ്ഞ കേരളത്തെ ഇന്ന് വിളിക്കുന്ന പേരെന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. ആ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കിയത് ഈ കാണുന്ന ക്ഷേത്രത്തിലുള്ള ഒരു തന്ത്രിമാരുമല്ല, ഈ കാണുന്ന മോസ്കിലുള്ള ഒരു മുസലിയാരിമാരുമല്ല,
ഈ കാണുന്ന പള്ളികളിലുള്ള ഒരു പള്ളിയച്ചന്മാരുമല്ല, മറിച്ച് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള മഹിതമായ മന്ത്രം ഉപദേശിച്ചുകൊണ്ട് അവനിവനെന്ന് പറയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അതുകൊണ്ട് അവനവൻ ആചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായിട്ട് വരണമെന്ന് ലോകത്തെ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവാണ് ഈ കേരളത്തെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നും അന്ധനാനയെ കണ്ടതുപോലെ കുറേ ആളുകൾ ഉറപ്പുണ്ടല്ലോ ഗുരു ദൈവമാണോ എന്ന് ചോദിച്ചത്. ഈ മാന്യന്മാരാരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവമാണോ എന്ന് ചോദിക്കണമെങ്കിൽ ദൈവത്തെ കണ്ടിരിക്കണം. വി എൻ വാസവനാണോ എന്ന് ചോദിച്ചാൽ വി എൻ വാസവനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വി എൻ വാസവൻ മന്ത്രിയാണെന്ന് മനസ്സിലാക്കുന്നത്. ദൈവമാണോ എന്നൊരു വ്യക്തി ഗുരുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണമെങ്കിൽ ദൈവത്തെ കണ്ടവന് മാത്രമാണ് ദൈവമാണോ എന്ന് ചോദിക്കാൻ അവകാശമുള്ളത്. ദൈവത്തെ കണ്ടവരാർക്കെങ്കിലും വന്ന് പറയാമോ ഞാൻ ദൈവത്തെ കണ്ടെന്ന്? എൻ്റെ ദൈവത്തെ കണ്ടെന്ന് പറയാം. ചങ്കും ചക്രവും ഗതയും പത്മവും വെച്ചിട്ടുള്ള ദൈവം വേണം ഹിന്ദുവിനെ കാണിക്കാൻ. താടിയും വളർത്തി തൊപ്പിയും വെച്ച ദൈവം വേണം മുസ്ലിമിനെ കാണിക്കാൻ. ക്രൂശ് രൂപമുള്ള ദൈവത്തിന് വേണം ക്രിസ്ത്യാനി കാണിക്കാൻ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ രൂപങ്ങളല്ലാതെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മഹാകവി കുമാരനാശാൻ SDP യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ ലോകത്തിൻ്റെ എല്ലാ കാലത്തിൻ്റെയും സംശയത്തിനുള്ള ഉത്തരമായിട്ട് ഗുരുസ്തവം നമുക്ക് നൽകിയിട്ടുണ്ടോ? നമ്മൾ ഒട്ട് ചൊല്ലത്തുമില്ല. യോഗങ്ങൾ ആരംഭിക്കുമ്പോൾ പോലും ഗുരുസ്തവം ചെല്ലുക നിങ്ങൾ ചെല്ലരുത്. ചൊല്ലിപ്പോയ ആളുകൾ പഠിക്കത്തില്ലേ? ലോകത്തിൻ്റെ എല്ലാ കാലത്തെയും സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഗുരുസ്തവം. എന്താണ്? ആരായുകിൽ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തി. ഒരാൾ ജീവിച്ചിരിക്കെ ചെയ്ത തന്നെ കുമാരനാശാൻ എഴുതിയ മൂർത്തി എന്ന് പറഞ്ഞാൽ സമൂർത്തമായ ഈശ്വരീയതയുള്ളവൻ. അതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പറയുകയാണ്, വരാൻ പോകുന്ന മൂർക്കോത്ത് കുമാരൻ്റെ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് തൊഴുത് താണ് വീണ് കേണ് പറഞ്ഞല്ലോ ഭഗവാനെ ഗുരുദേവ, അവിടുത്തെ ജീവചരിത്രം എനിക്കൊന്ന് രചിച്ചാൽ കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഗുരു ചിരിച്ചോണ്ട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവചരിത്രം എഴുതിയാൽ വരും തലമുറ വിശ്വസിക്കുമോ? കാര്യം ഗുരുവിൻ്റെ ചരിത്രം എഴുതിയാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അങ്ങനെയൊന്നും ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ. അപ്പോൾ പറഞ്ഞേ, വരാൻ പോകുന്നത് അവിശ്വാസികളുടെ കാലമാണ്. ആ മൂർക്കോത്ത് കുമാരനെ നിങ്ങൾ അറിയണം. മൂർക്കോത്ത് കുമാരൻ്റെ മകനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആള്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നല്ല, നിസ്സാരക്കാരൊന്നുമല്ല ഇവര്. ഒരേ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ളത് മൂർക്കോത്ത് കുമാരൻ്റെ മകനായിരുന്നു. മൂർക്കോത്ത് കുമാരൻ്റെ മകൻ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയോ. അവരാരും നിസ്സാരക്കാരല്ല. എന്നാൽ പിണറായി വിജയൻ്റെ നാട്ടുകാരൻ, കണ്ണൂരുകാരൻ. അദ്ദേഹം ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതാൻ നേരത്ത് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞ ഉത്തരമാണ്, നമ്മൾ അവിശ്വാസികളാണെന്നറിയാം. ആ അവിശ്വാസികളാണെന്നറിയാവുന്ന നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ SDP യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുമാരനാശാൻ എഴുതി വെച്ചിരിക്കുകയാണ്, ആരായുകിൽ അന്വേഷിക്കൽ അന്ധത്വം ഒഴിച്ചാതി മഹസിൻ നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. എന്താണ്? ഒരു ഗുഹയുടെ അകത്ത് 10,000 കൊല്ലക്കാലമായിട്ട് വെളിച്ചമില്ലെങ്കിലും ഒരു ചെറുതിരി വെളിച്ചം 10,000 കൊല്ലത്തിന് ശേഷം തെളിച്ചാലും ആ ഗുഹ മുഴുവൻ ആ അന്ധകാരം മാറിയിട്ട് വെളിച്ചം പകരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരായുകിൽ അന്ധത്വം ഒഴിച്ചാതി മഹസിൻ നേരാം വഴികാട്ടും ഗുരുവല്ലോ പരദൈവം. ഞങ്ങൾ കണ്ട ദൈവം അതാണ്. ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് എവിടെ നിന്നാണ്? ഗുരുവിനെ ആരാധിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കിടക്കുന്ന മാന്യന്മാർക്കുള്ള ഉത്തരമാണ്, ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് എവിടുന്നാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് എന്താണ് ഗുരുവിൻ്റെ പ്രസക്തി? SDP യോഗത്തിൻ്റെ പ്രസക്തി എന്താണ്? അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻപിരി യോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം. ഈ യോഗമാണ് നമുക്ക് ശുഭം ചേർക്കുന്ന കാര്യം. എന്താണ്? നമുക്ക് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു വർഗീയതയുടെയും ഒരു തീനാമ്പുകളും കേരളത്തിലോട്ട് നമ്മൾ വമിപ്പിച്ചിട്ടില്ല. വർഗീയത വേറെ, ജാതീയത വേറെ. എൻ്റെ ദൈവമാണ് മാത്രം ശരിയെന്ന് പറയുന്നതാണ് വർഗീയത. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞാണ് ശരി. എൻ്റെ ആശയങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാണ് വർഗീയത. നമുക്കെവിടെയാണ് വർഗീയതയുള്ളത്? ശ്രീനാരായണ സമൂഹത്തിലെ ഏതൊരു മനുഷ്യനും ഏതൊരു ആരാധനാലയത്തിന് മുമ്പിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അഭിമാനത്തോടെ പറയാം, ആ ആരാധനാലയത്തിന് മുമ്പിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഗുരു പഠിപ്പിച്ചത് പല മതസാരവും ഏകം എന്ന് പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടണം. അവിടെ ഇരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും ഒരേ ഒരു ഈശ്വരനാണെന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരു. ഒരേ ഒരു സൂര്യൻ്റെ പ്രതിബിംബം തന്നെയാണ് കടലിലും
പുഴയിലും കിണറ്റിലും കുടത്തിലും കാണുന്നതെന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ പിന്മറക്കാരായ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം ആരാധനാലയത്തിൽ മുമ്പിൽ ചെയ്യുമ്പോൾ സർവ്വതും മറന്നുകൊണ്ട് 2 കൈരംഗം കൂക്കൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. തൊട്ടടുത്തുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. ഇതുപോലെ വിളിക്കുവാനായിട്ട് ശ്രീനാരായണ സമൂഹത്തിനല്ലാതെ കണ്ട് ഈ ലോകത്തെ ഏത് മതാചാര്യൻ പഠിപ്പിച്ച മതം പഠിച്ചാരെ കൊണ്ട് സാധിക്കും? അവരെല്ലാം പറയുന്നത് നിന്റെ ദൈവം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതൊരു ദൈവവും നിനക്ക് പാടില്ല എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പുറത്ത് എല്ലാ മതത്തിൻ്റെയും ഈശ്വരീയ ഭാവങ്ങളെ കാണാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ജനിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മഹാഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രസംഗം താൽക്കാലികമായിട്ട് ഞാനിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. കാരണം 2 വാക്കാന്നാണ് എന്നോട് പറഞ്ഞത്. ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. ഈ വേദികൾ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള വേദികളല്ല. ഇത് നമ്മുടെ ഗുരുവിൻ്റെ തത്വദർശനം നമ്മുടെ സാധാരണ മനുഷ്യരിലോട്ട് നമുക്ക് പ്രചരിപ്പിച്ച് കൊടുക്കുവാനായിട്ടാണ് ഗുരുവിൻ്റെ ദർശനങ്ങൾ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഈ ജയന്തിയും സമാധിയൊക്കെ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ടത് ഗുരുവിൻ്റെ തത്വദർശനങ്ങളിൽ എത്രമാത്രം ഗുരുഭക്തരെന്ന് വിശ്വസിക്കുന്ന നാം കടന്നു ചെല്ലുന്നുണ്ടോ, ഗുരുവിൻ്റെ തത്വദർശനങ്ങൾ നമുക്ക് ടടിക്കാനായിട്ടുള്ള വടിയാക്കി കൊണ്ടുവരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നല്ലേ നിങ്ങളുടെ ഗുരു പറയുമ്പോൾ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്, അവരുടെ ഗുരുവല്ലെന്ന്. ഗുരു നമ്മളുടെ അല്ല ഇത് പറഞ്ഞത്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടാണ് ഗുരു പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നാണ് ഗുരു പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസറിൻ്റെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറുള്ള രോഗികളും ആദ്യം ഓടി അങ്ങോട്ട് ചെല്ലും. എല്ലാ ക്യാൻസറിൻ്റെ രോഗികളും പറയും ഇതെൻ്റെ ഡോക്ടറാണെന്ന് പറയും. ഡോക്ടർ നിഷേധിക്കാൻ പറ്റുമോ? എൻ്റെ മാത്രം ഡോക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെയാണ് ഗുരുവും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. നമ്മുടെ ഗുരുവെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മാത്രമെന്ന് നമ്മളൊരിക്കലും പറയേണ്ട ഗുരു. നാളെ ഇവിടെയുള്ള ഏതെങ്കിലും സമൂഹം ഗുരുവിൻ്റെ ജയന്തിയോ സമാധിയോ ആചരിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്താൽ നമ്മൾ തടുക്കാൻ ചെല്ലുമോ? ഇന്നിപ്പോൾ TP സെൻകുമാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ. എന്താണ്? ഇവിടുത്തെ ഗുരുവിൻ്റെ ജന്മജയന്തി 171 വർഷത്തിലെത്തിയപ്പോഴും BJPക്കാരുടെ OBC മോർച്ചയോടാണ് ഗുരുവിൻ്റെ ജയന്തി ആഘോഷിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് പ്രസക്തിയില്ലേ? ഗുരു പറഞ്ഞല്ലോ, നാം ജാതി മതഭേദങ്ങളെ കൈവിട്ടിട്ട് ഏതാനും സംവത്സരങ്ങളായിരിക്കുന്നു. ഇപ്പോഴും ചില പ്രത്യേക ആൾക്കാർ നമ്മൾ അവരിൽ പെട്ടതായിട്ട് വിചാരിക്കുന്ന നമ്മുടെ വാസ്തവത്തിന് ഹേതുവല്ലെന്ന് അദ്ദേഹം ഗുരു പറഞ്ഞു നമ്മളോട്, ഇല്ലേ? ഇപ്പോഴും OBCക്കാരെ കൊണ്ടാണോ ഈ പറഞ്ഞ ഗുരുവിൻ്റെ ജയന്തി ഇവിടെ ആഘോഷിക്കേണ്ടത്? കേരളത്തിൻ്റെ പൊതുസമൂഹമല്ലേ ഗുരുവിൻ്റെ തത്വദർശനം ഇവിടെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടത്? ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിക്കഴിയുമ്പോൾ ഇവിടുത്തെ ഈ ഇരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും ദേവന്മാരുടെ പടം കൊണ്ടുവന്ന് വെച്ചിട്ടാണോ അതിനെ സമാധാനിപ്പിക്കുന്നത്? ഇവിടെ കൊണ്ടുവരുന്ന ഗുരുവിൻ്റെ തത്വദർശനമല്ലേ ഈ രാഷ്ട്രീയക്കാരെല്ലാം തലേദിവസം രാത്രി കാണാപ്പാടം പഠിച്ച് തലേദിവസം മൈക്കും കെട്ടിവെച്ച് ആരുടെ തത്വദർശനത്തിലാണ് കേരളം പോകേണ്ടതെന്ന് ഉദ്ബോധിപ്പിക്കുന്നത്? ഗുരുവിൻ്റെ മാർഗത്തിൽ പോകാൻ പറയുകയും വർഗീയ ലഹള കെട്ടുകഴിയുമ്പോൾ ഗുരുവിൻ്റെ കൊണ്ടുവന്ന് വെച്ച ചിത്രം വൈക്കോൽക്കൂനയിലോട്ട് എറിഞ്ഞു കളയുകയും ചെയ്യുന്ന സംസ്കാരമല്ലേ ഇവിടെയുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗുരുവിൻ്റെ മാർഗത്തോട്ട് വരണം, സംഘടിച്ച് ശക്തരാകണം. ആർക്കെങ്കിലും വേണ്ടിയിട്ടല്ല സംഘടിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് തുടങ്ങി വെച്ചത് 2024 കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. 138 കൊല്ലമായിട്ടും കോരൻ ഇപ്പോഴും കുമ്പളിൽ തന്നെയാണ് കഞ്ഞി എന്നുള്ള തിരിച്ചറിവ് നമുക്കെന്നുണ്ടാകുന്നുവോ അന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. നമ്മളെ കണ്ടിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മുടെ ജനറൽ സെക്രട്ടറി ചീത്ത പറയുന്നത്. ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം രക്തസാക്ഷി സ്തൂപങ്ങളിൽ അന്തിയുറങ്ങുന്ന ആ ധീരന്മാരായിട്ടുള്ള ആ വീരന്മാരുടെ സമുദായം തിരിച്ചിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ BJPയുടെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ കോൺഗ്രസ് പാർട്ടിയുടെയും ഇനി ജനിക്കാൻ പോണ പാർട്ടിയുടെയും എല്ലാം രക്തസാക്ഷി സ്തൂപങ്ങളിൽ അന്തി ഉറങ്ങുന്നത് ഏഴെങ്കിലും ഒരു ഈഴവ സ്ത്രീ പ്രസവിച്ച ഒരു മകനാണെന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. അങ്ങനെ രക്തസാക്ഷികൾ മാത്രം സംഭാവന ചെയ്തുകൊണ്ട് നമ്മൾ എവിടെ എത്തിയെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഇവിടുത്തെ അധികാരം മുഴുവൻ സംഘടിത മതങ്ങൾ അടിച്ചുകൊണ്ട് പോയി, അധികാരങ്ങളും സമ്പത്ത് കൊണ്ടുപോയി, ഭൂമി കൊണ്ടുപോയി, വ്യവസായം കൊണ്ടുപോയി. നമുക്കാകെ കൂടെ കിട്ടിയിട്ടുള്ളത് തൊഴിലുറപ്പ് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ വണ്ടിയാണ് ഈ കയറിപ്പോകാൻ പോകുന്നത്.
ആ വണ്ടിയിലും വോട്ടിൻ്റെ ബലം നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടിൻ്റെ ബലം മനസ്സിലാക്കണം. എന്താണ് വോട്ടാണ് വോട്ട്. അപ്പുപ്പം കുത്തിയെടുത്തിട്ട് വേരക്കിടാവ് കുത്താൻ നിന്നാൽ നമുക്കിട്ട് കുത്താൻ പുറകിൽ കത്തിയായിട്ട് ആളുണ്ടെന്നുള്ളത് തിരിച്ചറിവ് വേണം. കരയുന്ന പിള്ളക്കെ പാലുള്ളൂ. ഇത് പറയുമ്പോൾ നിങ്ങളാരും രാഷ്ട്രീയം മാറണ്ട. കമ്മ്യൂണിസ്റ്റുകാരായിട്ടിരിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തന്നെ പ്രവർത്തിച്ചോ, കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സായിട്ട് പ്രവർത്തിച്ചോ, ബി ജെ പിക്കാരായിട്ട് പ്രവർത്തിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 63 പാർട്ടികളിൽ ഏതിലും പ്രവർത്തിച്ചോ. SNDP യോഗത്തിന് പാർട്ടിയില്ല. പക്ഷേ നമ്മുടെ സഹോദരന്മാർ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ അവരെ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ, നിങ്ങൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ ഈ ശാഖായോഗം എല്ലാം വെറുതെ നിഷ്ക്രിയമായി പോകും. കാര്യം എന്താണ്? ഇവരെല്ലാ കാലത്തും എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ടെന്ന് പറയും. ഓരോ വാർഡിലും ആരുടെ തലയിണിയാണ് അവർ പറയുന്നതെന്ന് അറിയാവോ? നമ്മുടെ തലയിണിയാണ് പറയുന്നത്. അതാണ് അവരുടെ വോട്ട് ബാങ്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ളത് വാദിക്കാനും ജയിക്കുവാനും വേണ്ടി ഞാൻ പറയുകയില്ല, നിങ്ങൾ അറിയാനും അറിയിക്കുവാനും പറയുകയാണ്. കാര്യം എന്താണ്? നമുക്കെല്ലാ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഒന്നിൻ്റെയും പാരതന്ത്ര്യം നമുക്ക് വേണ്ട. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗമാണ് ഗുരു നമുക്കായിട്ട് തുറന്നു തന്നത്. ഇവിടുത്തെ ചരിത്രങ്ങളെ വക്രീകരിച്ചുകൊണ്ട് കള്ളച്ചരിത്രം എഴുതിക്കൊണ്ട് അതാണ് ചരിത്രമെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. SNDP യോഗം മന്ത്രി ഇവിടെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ശാഖാ സെക്രട്ടറി പറഞ്ഞല്ലോ, ഈ കേരളത്തിൻ്റെ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി പ്രാപിച്ചത് 928 നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. 928 ശ്രീനാരായണ ഗുരുദേവൻ്റെ SNDP യോഗം രൂപീകൃതമായ 903 അത് കഴിഞ്ഞ് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഗുരു മഹാസമാധി പ്രാപിച്ചു. അത് കഴിഞ്ഞ് 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വരെ കേരളത്തിലുണ്ടായത്. 937 NC ശേഖരൻ, D ദാമോദരൻ, EMS, B കൃഷ്ണപിള്ളയെ കൂടെ ഒരു രഹസ്യ യോഗം ചേർന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 50 കാലഘട്ടത്തിലാണ് അവർക്ക് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയത്. SNDP യോഗം 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത യോഗമാണിത്. ശ്രീ കേശവൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിരുന്നു, തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. R ശങ്കർ, കോൺഗ്രസ്സുകാർ പറയും ഞാനും സർപ്പഞ്ചേട്ടനും കൂടെ ആളെ കൊന്നൊന്നല്ല, SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. യോഗം ജനറൽ സെക്രട്ടറിയാണ് ശങ്കർ സാർ. ആ ശങ്കർ സാറും ശ്രീ കേശവനും ഇരിക്കുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ ഈ സാമൂഹിക നീതിയെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ബുദ്ധിഹീനന്മാരോട് പറയാനുള്ളത്, SNDP യോഗം ഉണ്ടായത് ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞ ധീരനായ BA ആ കാലത്ത് 8ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഹെഡ്മാഷാകുന്ന കാലഘട്ടത്തിൽ BA പരീക്ഷ 1ാം റാങ്കിൽ പാസ്സായിട്ടപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുക്കൽ ഒരു ജോലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈഴവനായ നിങ്ങൾക്ക് ജോലി തരാനായിട്ട് തിരുവിതാംകൂറിൻ്റെ സർവീസ് മാനുവൽ പ്രകാരം അവകാശമില്ല എന്നുള്ളതും, നിങ്ങൾ ഈഴവനായതുകൊണ്ട് BA പാസ്സായതുകൊണ്ട് 7 തെങ്ങ് നിങ്ങൾക്ക് കര ഒഴിവാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ പോയി തെങ്ങി എത്തിക്കോളാൻ പറഞ്ഞ രാജാവിനോടുള്ള ആ രാജാവിൻ്റെ ധിക്കാരത്തോടും നീതി നിഷേധത്തിനും വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് SNDP യോഗം 903. ആ പ്രസ്ഥാനത്തിൻ്റെ കസേരയിലിരിക്കുന്ന ആൾ ഈ സമുദായത്തിൽ വരുന്ന നേട്ടങ്ങളെക്കുറിച്ചും കോട്ടങ്ങളെക്കുറിച്ചും പൊതുസമൂഹത്തെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അവർ മൈക്ക് കിട്ടുമ്പോൾ എൻ്റെ സമുദായത്തിലുള്ളത് ഞാൻ കണക്ക് പറഞ്ഞ് ചോദിച്ചു വാങ്ങുമെന്ന് പറയുമ്പോൾ അതിന് നിങ്ങളാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ബൈലോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈഴവരുടെ വൈദികവും ലൗകികവും വിദ്യാഭ്യാസവുമായ പുരോഗതിയെ ലക്ഷ്യമിട്ടുണ്ടാക്കിയ സംഘടനയെന്ന് അച്ചടിച്ച് നിങ്ങളുടെ കൈകളിലൊക്കെ ഇരിക്കുന്ന ബൈലോയിലുണ്ട്. ആ ബൈലോയ പ്രകാരമാണ് അദ്ദേഹം കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മുഖങ്ങളൊക്കെ വീർത്തിരിപ്പുണ്ട്. ഞാൻ പോയതിന് ശേഷം ഇവർക്കൊക്കെ ഇവിടെ പ്രവർത്തിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നതില്ല വരൻ ഉള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ. എൻ്റെ ഹൃദയം എടുത്ത് കാണിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് തന്നിട്ടില്ല. ഞാൻ പറയുന്നത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ വരും തലമുറക്ക് വേണ്ടി. അല്ല എങ്കിൽ നമ്മുടെ പൂർവികന്മാരെ എങ്ങനെയാണോ ബൗദ്ധികമായിട്ട് അവർ ഉപദ്രവിച്ചുകൊണ്ട് ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തി ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാക്കി തീർത്തത്, അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇന്ന് വീണ്ടും വേറെ രീതിയിലൂടെ നടക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ റോളെന്താണ് ഉണ്ട്. അപ്പോൾ ഏതാണെങ്കിലും എൻ്റെ ഈ പ്രസംഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ഇത്രയും നല്ല ഒരു പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത
പ്രിയപ്പെട്ട ശാഖയുടെ നേതാക്കന്മാർ അവരെ എത്ര കണ്ട് പ്രശംസിച്ചാലും നമുക്ക് പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ആളുകളറിയാം, ആടിന് വിശ്വാസം കശാപ്പുകാരനെയാണ്, അല്ലേ? ഈ ആളുകളൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഈ വസ്തു സമ്പാദിച്ചിരിക്കുന്നത്. നമ്മുടെ ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ വാങ്ങുമ്പോൾ ചിരിക്കും, കൊടുക്കാൻ നേരത്ത് അവരുടെ പുരിക ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, നേരെ തിരിച്ചാണിരിക്കണം, അരുവ പോലെ, അല്ലേ? ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന്, അല്ലേ? അപ്പോൾ അതിൻ്റെ ആ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള എല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ കുടുംബത്തിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, പൊതുസമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തൽ, സമുദായത്തിൻ്റെ കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാത്തിലും നിന്നുകൊണ്ട് ഗുരുവിൻ്റെ മാർഗത്തെ സാക്ഷാത്കരിക്കാനായിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ച സുഹൃത്തുക്കളായിട്ടുള്ള, മരിച്ചാലും ജീവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ഭരണകർത്താക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ സ്വപ്നങ്ങളാണ് അവർ ഉന്നയിച്ചത്. നാളുകൾ അവരിവിടുന്ന് പടയിറങ്ങി പോകുമ്പോൾ അവർക്ക് അഭിമാനത്തോടെ ഇറങ്ങിപ്പോകാനും നിങ്ങൾക്ക് അഭിമാനത്തോടെ അവരെ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹ ആശിസ്സുകൾ അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭരണസമിതിക്കും ഇതിനെ സഹായിച്ച ആളുകൾക്കൊക്കെ ഉണ്ടാകുവാനും, അതോടൊപ്പം തന്നെ ഒരു വലിയ മനസ്സാണ് നമുക്ക് വസ്തു സമ്പാദനത്തിനായിട്ട് നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബങ്ങൾ കാണിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കേ തരുള്ളൂ. അവരുടെ സാമ്പത്തിക ശേഷി വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഇത് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗുരുവിന് തന്നെങ്കിൽ എത്രയോ കാലക്കാലം ഗുരുവിന് കൊടുക്കുന്നതെല്ലാം അർജുനൻ്റെ അമ്പ് പോലെയാണ്. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ 7 തലമുറ ഈ ഗുരുവിനോട് കാണിച്ച, ഈ സമൂഹത്തിനോട് കാണിച്ച ഈ അഗൈതവുമായ നന്ദിക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവും. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംഗീതശ്രീ കൊച്ചിൻ മൻസൂറിനെ ആദരിക്കുന്നു. അതിനായി ശശി സാറിനെ ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഗുരുദേവ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നൽകുകയാണ്. എല്ലാവർക്കും ഈ വേദി പാട്ടും എല്ലാം കേൾക്കാനുള്ള മോഹമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഗുരുദേവ ജയന്തി ആഘോഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ഗുരുദേവനം വിജയിക്കും. കുമാരി പളകിനെ നിവേദിയിലേക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പളുക്ക്. എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിൻ്റെ ഒരു സന്ദർഭവും കൂടിയാണ്. കാരണം നമ്മൾ മറിയപ്പള്ളി ശാഖ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോഴും, ഇവിടെ ഒരു 15 വർഷത്തോളമായി ഞാനിവിടെ പൂജയുമായി ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ ഈ ശാഖയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതൊരു മാതൃശാഖയാണ്. നമ്മുടെ ശാഖയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ധാരാളം ശാഖകൾ നമുക്കറിയാം. മൂലയുടെ ശാഖ, പൂന്തുരുത്ത് ശാഖ, അങ്ങനെ കൊല്ലാട് ശാഖയൊക്കെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരൊക്കെ നമ്മുടെ ശാഖയിൽ, കൊല്ലാട് ശാഖയില്ല, പൂന്തുരുത്ത്, അതുപോലെ തന്നെ മൂലയുടെ ശാഖയാണ്. അപ്പം നമ്മുടെ ശാഖ എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള നമ്മുടെ ശാഖ മാതൃശാഖയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളെക്കാൾ അവരെ ഒരുപടി മുന്നിൽ പലപ്പോഴും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, വസ്തു സമ്പാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇന്ന് നമുക്കതിലൊക്കെ ഗുരുവിൻ്റെ നിറഞ്ഞ അനുഗ്രഹം കൊണ്ട് നമുക്ക് അഭിമാനത്തോടുകൂടി കാണാൻ പാകത്തിന് നമുക്കിവിടെ വളരെ വിപുലമായ ഒരു പ്രവർത്തനം നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടെ ഇത് കാണാം. അതിൽ നിങ്ങളുടെ എല്ലാം വലിയ മനസ്സുണ്ട്. നമ്മുടെ ശാഖയിലെ ഭാരവാഹികൾ, വനിതാ സംഘ പ്രവർത്തകർ,
അതുപോലെ തന്നെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ എല്ലാവരും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ ശാഖയുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെന്നോളം കണ്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ വലിയൊരു നേട്ടം, അത് ഗുരുവിൻ്റെ നിറഞ്ഞ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. കാരണം നമ്മളിവിടെ കഴിഞ്ഞ കാലത്തിൽ നമ്മളിവിടെ അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴും ഗുരുവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യാഴാഴ്ച ദിവസമൊക്കെ ഇവിടെ മറ്റു ശാഖകളിലൊന്നും കാണാത്ത ഒരു വലിയൊരു തിരക്ക് നെയ്വിളക്കായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മാസത്തിലെ വിളക്ക് പൂജയ്ക്കാണെങ്കിലും ഒക്കെ മറ്റ് ശാഖകളിലൊന്നും കാണുന്നതിലേക്ക് അപ്പുറത്തുള്ളൊരു കൂട്ടായ്മ നമ്മുടെ ശാഖയിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഗുരുവിനോടുള്ള വലിയൊരു വിശ്വാസവും സ്നേഹവും മനസ്സ് നിറച്ചുണ്ട് എന്നുള്ളത് ആ നിലയിൽ ഇവിടെ വരാനും പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കുന്നതിൽ എനിക്കും ഏറെ അഭിമാനമുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമ്മളുടെ തീർച്ചയായിട്ടും ഇവിടെ അവാർഡ് വിതരണം എന്നൊരു ചടങ്ങാണ് എനിക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളാണ് നമ്മുടെ സമ്പത്ത്. കാരണം അവർ കേവലം ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ മാർക്ക് എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഒതുങ്ങുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇച്ചിരി മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. പ്രത്യേകിച്ചും അമ്മയും അച്ഛനുമാണ് അവരുടെ എല്ലാം. അവർക്ക് കേവലം അവർ ചിന്തിക്കുകയാണ് നമ്മൾ മാർക്ക് വാങ്ങിക്കണം, A+ വാങ്ങിക്കണം. എന്നിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞാവുമ്പോൾ തന്നെ അവരോട് പറയും ഗൾഫിന് പോകാനുള്ള അല്ലെങ്കിൽ അമേരിക്ക, ലണ്ടൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരണത് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളുടെ നാട് എന്നുള്ള നിലയിൽ ഗുരുവിനോട് ചേർന്ന് നിൽക്കാനും നമ്മൾ പഠിക്കുന്നത് കേവലം മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ജീവിതം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേവലം ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെപ്പോലെ അമ്മയും അച്ഛനും ആവാനുള്ളവരാണ്. അപ്പോൾ അവരെ കേവലം നമുക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു ജോലി കിട്ടിയേക്കാം. മറിച്ച് അവരെല്ലാ നിലയിലും ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാം, ഒരു പാചകം പഠിച്ചിരിക്കണം, എങ്ങനെ ഒരു വീട്ടിൽ വന്നാൽ ഒരാളോട് എങ്ങനെ പെരുമാറണം, അതുപോലെ തന്നെ ഈ സമ്പത്ത് കിട്ടിയാൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ധാരാളം മേഖലകളുണ്ട്. സത്യം പറഞ്ഞാൽ കുഞ്ഞറിയേണ്ടത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള നിലയിൽ നമുക്ക് ഇന്നറിയാം. മാധ്യമങ്ങളൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കുന്നതിൽ ഒരു പരിമിതി വരുന്നുണ്ട്. കാരണം നമ്മളുടെ കുട്ടികളൊക്കെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം അതിനൊക്കെ അവരെ നല്ല രീതിയിൽ എല്ലാ അറിവുകളെ കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് കൊടുക്കാൻ അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. വേറെ ഒരു ഇതിൽ 20 വർഷം, അതായത് നമ്മളൊരു കുഞ്ഞുണ്ടായാൽ 20 വർഷം അവരുടെ ഒപ്പം നിന്നാൽ മാത്രമേ അവരെ നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് വളരുന്ന കുറേ കൃത്രിമമായിട്ട് വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറാം. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രചോദനം അങ്ങനെയാണ്. അത് വേണം, അത് നേടണം, ഇത് നേടണം എന്നുള്ള നേട്ടങ്ങളുടെ വലിയ ലിസ്റ്റാണ് നമ്മളവർക്ക് കൊടുക്കുന്നത്. നമ്മൾ കുറേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട്, നല്ലൊരു മകനായിട്ട്, നല്ലൊരു മകളായിട്ട്, അച്ഛനും അമ്മയെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സത്യത്തിൽ. 20 വർഷം എന്ന് വെച്ചാൽ അത്ര എളുപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമില്ല. കാരണം അതുകൊണ്ട് അത്രയും വർഷം എന്നാൽ പറഞ്ഞാൽ 1 വർഷം പോരായിരുന്നോ, അല്ലെങ്കിൽ 12 വർഷം പോരായിരുന്നോ? അതൊന്നും അല്ല പറഞ്ഞത്, 20 വർഷം. കാരണം സാറ് പറഞ്ഞു, ശശികുമാർ സാറ് പറഞ്ഞാൽ 7 തലമുറയുടെ നന്മയാണ്. ഒരു തലമുറയല്ല, 7 നമ്മളെക്കാൾ മെച്ചപ്പെട്ട തലമുറ ഉണ്ടാവണം. അതാണ് നമ്മുടെ വലിയൊരു ഗുരുപൂജ. നമ്മളെക്കാൾ, അതായത് നമ്മൾ കേവലം പേരും നാളും കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല ഒരു ഗുരുപൂജ. നമ്മളെക്കാൾ മെച്ചപ്പെട്ട തലമുറകൾ ഉണ്ടാവണം. ഗുരുവിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന, അവനിവനെന്ന ആത്മസുഖത്തിന് ആചരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന, അച്ഛനെ സ്നേഹിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, സ്നേഹവും കരുണയുമുള്ള മക്കൾ വളർന്നു വരണം. അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. സ്നേഹവും കരുണയും ദയവും ഒന്നായി ചേർന്ന് വരുമ്പോഴാണ് അനുകമ്പ ഉണ്ട്. അവിടെയാണ് അനുകമ്പാദശ ഉണ്ട്. ഈ
അനുകമ്പാദശകവും പിണ്ടനന്ദിയും ഒക്കെ പഠിച്ചു വേണം നമ്മുടെ മക്കൾ വളരാനായിട്ട്. ഇന്ന് അതൊന്നും കൊടുക്കണില്ലേ നമ്മൾ. കേവലം നമ്മൾ ട്യൂഷന് പോകണോ, സ്കൂളിൽ പോകണോ, അതിനപ്പുറത്തൊരു ലോകം. രവിവാര പാഠശാലയിൽ പോലും പലപ്പോഴും കുട്ടികൾ കുറവാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അവിടെയൊക്കെ നമ്മൾ ഗുരു തന്ന ദർശനം, ഗുരു തന്നത്, ഏറ്റവും മഹത്തായ ഗുരു നമുക്ക് തന്നത് ഗുരുവിൻ്റെ കൃതികൾ തന്നെയാണ്. അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. നമ്മുടെ മക്കളെയും അതിലൂടെ കടത്തിവിടണം. കാരണം നമ്മൾ അവർക്ക് മാതൃകയാവുമ്പോഴാണ് അവരതിലൂടെ, എൻ്റെ അമ്മ വായിക്കണ കാണുമ്പോൾ, എൻ്റെ അച്ഛൻ വായിക്കണ കാണുമ്പോൾ ആണ് അവരും ആ വഴികളിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ വരും. ഉറപ്പായ കാര്യം. അപ്പം നമുക്ക് ഏറ്റവും വലുതായിട്ട് അവർക്ക് വേണ്ടി കൊടുക്കാവുന്ന സംഭാവന എന്ന് പറയുന്നത് മാതൃകയായിട്ട് നിൽക്കുക എന്നുള്ള. എല്ലാ നിലയിലും, നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ചിന്തകളിലും ഒക്കെ അവർക്ക് മാതൃകയായി നിൽക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഡിസൈൻ ചെയ്യണം. ഈ ഡിസൈൻ ചെയ്യലാണ് സത്യത്തിൽ നമ്മുടെ ഒരു ഗുരുപൂജയാക്കി മാറ്റേണ്ടത്. കാരണം ഭഗവാൻ 72 വർഷം നമുക്ക് വേണ്ടി സമർപ്പിച്ചതും അതിനുവേണ്ടി തന്നെയാണ്. ഇപ്പോഴൊക്കെ നമ്മൾ അയവിറക്കിയത് തന്നെയാണ്. കാരണം നന്നായാൽ മതി, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും. ആ നന്നാവലുകൾക്ക് വേണ്ടിയിട്ടാണ് ഗുരു ഇത്രയും ത്യാഗം സഹിച്ചത്. അപ്പോൾ നമ്മൾ നന്നായില്ലെങ്കിൽ ഗുരുവിനോട് ചെയ്യുന്ന ഒരു നീതികേടാവില്ലേ? ഇല്ല. അത് എങ്ങനെ നന്നാവണം? നമുക്ക് 3 തരം ധർമ്മങ്ങളുണ്ട്. സ്വധർമ്മം, കുലധർമ്മം, സനാതനധർമ്മം. സ്വധർമ്മമാണ് നമ്മൾ പല സമൂഹത്തിൽ ചെയ്യുന്ന വിത്ത് വിതരണം ഉൾപ്പെടെ സ്വധർമ്മമാണ്. കുലധർമ്മമാണ് നമ്മുടെ അനന്തര തലമുറയെ മെച്ചപ്പെടുത്തിയെടുക്കണം. അത് വലിയൊരു കടമയാണ് ശരിക്കും. നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നിസ്സാരവുമല്ല. പറയുമ്പോൾ എളുപ്പം 2 വാക്കോ 3 വാക്കുകൾ കൊണ്ടൊക്കെ നിന്നു. പക്ഷെ അനന്തര തലമുറയെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രയത്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അതങ്ങനെ സാധിക്കണമെങ്കിൽ നമുക്ക് നല്ല മനസ്സുണ്ടാവണം, നല്ല വാസന ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതാണ് പെട്ടുപോകരുതിനെയും ഭഗവാന് ഷൺമുഖ സുബ്രഹ്മണ്യ സ്വാമിയോട് ഭഗവാൻ ആ കൃതിയിൽ സുബ്രഹ്മണ്യ ഷൺമുഖ സ്തോത്രത്തിൽ പറയുന്നത്, പെട്ടുപോകരുതിനിയും ഭഗവാന് ഷൺമുഖ. നമ്മൾ ഓരോന്നിൽ പെട്ടുപോകും. ആർക്കാ നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്ത ആരാ ഉള്ള? ഇല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നന്നാവണം എന്നോ കുഞ്ഞിലോട്ട് ആഗ്രഹിക്കണം. പക്ഷേ ശങ്കരൻ ഇപ്പോഴും തെങ്ങേ തന്നെ, തിരുനക്കര ഇപ്പോഴും വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഇല്ലേ? നമ്മളെല്ലാവരും, നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നന്നാവണം തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പഴയപടി തന്നെയാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും പറ്റില്ല. കുറച്ചൊക്കെ നമ്മൾ മാറിയെന്നല്ലാതെ വലിയൊരു മാറ്റം. കാരണം വാസന നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെ വാസന വരും. ഈ വാസന നമ്മളെ സ്വാധീനിക്കും. അപ്പോഴാണ് നമുക്ക് ഓരോ താല്പര്യങ്ങൾ, അതിനോട് താല്പര്യം, ഇതിനോട് താല്പര്യം, വേണ്ടാത്തതിനോട് താല്പര്യം, വേണ്ടതിനോട് താല്പര്യവുമില്ല, നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, വഴക്കാണ് എപ്പോഴും, അല്ലെങ്കിൽ ദേഷ്യമാണ് എപ്പോഴും, മടിയാണ് എപ്പോഴും, അലസത, അങ്ങനെ പലതരത്തിലുള്ള സ്വാധീനിക്കുക നമ്മളെ. അപ്പം ജീവിതം എന്ത് പറ്റും? കുടുംബം എന്ത് പറ്റും? ഒരു സ്വസ്ഥമായൊരു കുടുംബം നമുക്ക് വാർത്തെടുക്കാൻ പറ്റാതെ പോകും. കാരണം 7 തലമുറയെ നന്നാക്കുക വെച്ചാൽ അത്ര എളുപ്പമല്ല. കാരണം 3 തലമുറയാണ് നമുക്ക് നേരിട്ട് നന്നാക്കാൻ പറ്റുക. 3 തലമുറയാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആയുസില്ല. പക്ഷേ ഈ 2 നമ്മളൊരു തലമുറ, തുടർന്നുള്ള 2 തലമുറയെ നന്നാക്കുമ്പോൾ ആ തലമുറ പിന്നീടുള്ളത് 7 നന്നാക്കിക്കൊള്ളും. അങ്ങനെയാണ്. അല്ലാണ്ട് 7 തലമുറയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല. കാരണം 120 വയസ്സാണ് നമ്മുടെയൊക്കെ ആയുസ്. അതിനുശേഷം നമ്മൾ അതുവരെയൊക്കെ ഇരിക്കുമോ എന്ന് സംശയം, പകുതി ഇരിക്കുമോ എന്ന് തന്നെ നമുക്ക് സംശയം. അപ്പോൾ നമുക്ക് 84 വയസ്സ് വരെയെങ്കിലും ആയുസ് കുറഞ്ഞത് വേണമെന്ന്. അത്രയെങ്കിലും നമുക്ക് കിട്ടിയാൽ നന്നായി. കാരണം കിട്ടുക എന്ന് മാത്രമല്ല, നന്നായിട്ട് അനായാസന മരണം, വിനാദൈത്യേന ജീവിതം എന്നാ പറയാ. ദേഹാന്തേ പരമേശ്വര, അന്ത്യകാലത്ത് ശിവങ്കലേക്ക് ചേരാനും അനായാസമായിട്ട് മരണം സംഭവിക്കാനും പാകത്തിന് സുഹൃത്തുക്കളായിട്ടൊക്കെ മാറി പ്രവർത്തിക്കാൻ, നല്ലൊരു മനുഷ്യനാവാൻ നമ്മൾ തീർച്ചയായിട്ടും ഗുരുവിനോട് ചേർന്ന് നിൽക്കുക. ഗുരുവിൻ്റെ ആ കൃതികളെ അയവിറക്കിക്കൊണ്ട് എന്നും ദൈവദിവസം ചെല്ലുന്ന, എല്ലാ നിലയിലും എല്ലാം ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈശ്വരനോട് നന്ദി പറയുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ട് നമുക്ക് വരണം. നമുക്ക് പരാതി പറയാനൊന്നുമില്ല. ഇവിടെ തന്നത് മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഈ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം 3 പേരോട് നമുക്ക് നന്ദി ഉണ്ടെന്നാണ്. ദൈവത്തോട്, ഋഷിമാരോട്, പിതൃക്കളോട്. ഈ 3 നന്ദി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അവരോട് നന്ദി പറയാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, പരാതിയല്ല, നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചെയ്ത നന്മയെ ഓർത്തുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ കിടന്നു ഓരോ ദിവസവും ഉണരുമ്പോഴും ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്
കൊണ്ട് ഈ ജീവിതത്തെ അണിയിച്ചൊരുക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണേ പരമ്പൊരുൾ എന്ന നമ്മുടെ മനസ്സിനെ ഇനിയും നമുക്ക് പാകപ്പെടുത്താനുണ്ട്. നമ്മൾ എത്തിയെടുത്തല്ല നിൽക്കേണ്ടത്, ഇനിയും നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. നമുക്ക് 60 വയസ്സായി അവിടെ കൊണ്ട് തീർന്നു. ഇനി നമുക്ക് പലപ്പോഴും ജോലി കിട്ടിയാൽ നമ്മൾ പലപ്പോഴും കുട്ടികളോട് തന്നെ ചോദിച്ചൊരു സന്ദർഭം ഓർക്കുക, എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്തിനാ? ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജോലി കിട്ടിയിട്ട് എന്തിനാ? വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ജോലി കിട്ടിയിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ജോലി കിട്ടണമെന്ന് ചിന്തിക്കേണ്ടത് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജോലി കിട്ടേണ്ടത്. ഗുരു നമ്മളുടെ ഈശാവാസ്യോപനിഷത്തിന് തർജ്ജിമയിൽ പറഞ്ഞത്, ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നുണ്ട്, ചരിക്ക് മുക്തനായിരിക്കും, ആശിക്കരുത് ആരുടെയും ധനം, അല്ലെങ്കിൽ അന്ത്യം വരേക്കും കർമ്മം ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വിഷയമാണ്. ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ഗുരുവിൻ്റെ കൃതികളെ ചൊല്ലുന്ന, നമ്മൾ ഗുരുവിനെ അറിയാതെ പോകരുത്. കേവലം നമ്മൾ എന്താ പറയുക, അധരവ്യായാമമായിട്ട് കൃതികൾ മാറരുത്. കേവലം അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഗുരു തന്നിട്ടുണ്ട്. ആ കൃതികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം മതി. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യത. കാരണം മറ്റു മതസ്ഥരുണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ജാതീയമായിട്ട് ചിന്തിക്കുകയല്ല, മറിച്ച് നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് നാരായണ ഗുരു എന്ന് പറയുന്നത്. കാരണം മറ്റുള്ളവരും കാണുന്നത് അത് ഈഴവരുടെ ദൈവം എന്നാണ് ഗുരുവിനെ കാണുന്നത്. ഇവിടെ കോമൺ ആയിട്ടൊരു ദൈവം ഇല്ല. ഇവിടെ ദൈവമില്ല. ക്രിസ്തുവിനെ എടുത്തല്ല, ക്രിസ്തീയമായിട്ടുള്ളവരാണ്. മുഹമ്മദ് നബി എടുത്ത മുസ്ലിം സഹോദരങ്ങളാണ് പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കോമൺ ആയിട്ട് തരില്ല. അപ്പം നമ്മളുടെ നാരായണ ഗുരു എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് സമൂഹം ചിന്തിക്കുന്നത് അത് ഈഴവരുടെ ഒരു ദൈവമായിട്ട്. അപ്പം അതുകൊണ്ടാണ് ദൈവദശകത്തിന് പോലും പലപ്പോഴും ലിമിറ്റ് കൽപ്പിക്കുന്നുണ്ട്. ദൈവദശകത്തിൽ അങ്ങനെ ഈഴവരുടെ പ്രാർത്ഥനയെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് ഗുരുവിനെ കാണാനും അപ്പം നമ്മളുടെ സ്വകാര്യ അഭിമാനമാണ് നാരായണ ഗുരു എന്ന് പറയുന്നത്. ആ നാരായണ ഗുരു ദൈവം തന്ന അനുഗ്രഹമാണ്. അതിലൂടെ നമുക്ക് ജീവിക്കാനും അത് നമ്മൾ സ്വകാര്യം എന്ന് പറയുമ്പോഴും മറ്റുള്ളവർക്ക് ആർക്കും വിലക്കില്ല, എല്ലാവർക്കും സ്വീകാര്യമാണ്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഗുരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ശാഖ എന്ന് പറയുന്നത് 26-ാം നമ്പർ ശാഖയാണ്. ഭഗവാനിൽ നിന്ന് തന്നെ നേരിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി കൊണ്ടിരിക്കുന്ന നല്ലൊരു ശാഖയാണ്. ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശ്രീകോവിലിന് ക്ഷയം സംഭവിച്ചു തുടങ്ങി, ചോരുന്നുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് കുറച്ചൊക്കെ പോരായ്മകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നികത്തിയെടുത്തുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല നിലയിൽ നമ്മുടെ ശാഖയിൽ, നമ്മളുടെ ഈ സന്നിധിയിൽ വരുന്നവർക്കെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടുന്ന നിലയിലേക്ക് നമുക്ക് നമ്മുടെ ഈ സന്നിധിയെ മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ നാരായണ ഗുരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പാകപ്പെടുത്താൻ സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകം അറിയുന്ന കുഞ്ഞുങ്ങളായി, അറിയുന്ന മക്കളായി അവർ വളർന്നു വരട്ടെ. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരിക്കൽ ചടങ്ങുകളാണ്. നമ്മുടെ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിൻ്റെ വളരെ നിസ്വാർത്ഥമായ സേവനം നൽകിയിട്ടുള്ള അവരെ നമ്മുടെ ഈ ശാഖാ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഇവിടെ ആദരിക്കുകയാണ്. ആദ്യമായി ഇതിൻ്റെ കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ശ്രീ സന്ദീപ് ചിത്തരത്തിലെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മണ്ണെടുക്കുകയും അതുപോലെ തന്നെ പ്രവർത്തനമൊക്കെ നടത്തി തന്ന ശ്രീ കണ്ണൻ പുതുപ്പറമ്പിലിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിന് മുന്നോടിയായി നിൽക്കുകയൊക്കെ ചെയ്ത ശ്രീ അർജുൻ നരേന്ദ്രൻ മറ്റത്തിലിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അർജുന് പകരം അച്ഛനാണ് എത്തിയിരിക്കുന്നത്. ബഹുമാനായ പ്രസിഡന്റ് അർജുൻ്റെ മകനായ ശ്രീ ഉണ്ണി അറുപതിലിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ശാഖയുടെ ഓഫീസിലെ ക്ലർക്കായ ശ്രീ ബീന ജയൻ,
വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഓഫീസ് വർക്കൊക്കെ വളരെ കാര്യമായി ചെയ്യുന്ന മീനയെ സാധനം ക്ഷണിച്ചു. നാളെയുടെ വാഗ്ദാനമായ ഇപ്പോഴത്തെ യൂത്ത് ശ്രീ വിഷ്ണു സുഭാഷിനെ അംഗങ്ങളെ കൂടെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. മേഖലാ ചെയർമാൻമാരെ ക്ഷണിക്കുകയാണ്. ആദ്യം ജയകുമാർ ടി കെ തോട്ടുങ്കൽ മറിയപ്പള്ളി, സുധി മഠത്തിൽ മുട്ടം, എം എൻ നരേന്ദ്രൻ ചേട്ടൻ മറ്റത്തിൽ കാക്കൂർ, ചന്ദ്രദാസ് അറുതിൽ മുട്ടം, ജയന്തി രാധാകൃഷ്ണൻ കാക്കൂർ, രാജീവ് പി ആർ വീരാണശ്ശേരി പാക്കിൽ, സുനിൽ തടത്തിൽ മുളങ്ങുഴ മേഖല, ധനസമ്പാദനത്തിനായി 1 ലക്ഷവും അതിന് മേൽക്കുന്നവരുടെ പേര് വായിക്കുകയാണ്. ആദ്യമായി 5 ലക്ഷം തന്ന ശ്രീ നന്ദിനി രാജൻ പുതുശ്ശേരി, ഓമന തങ്കപ്പൻ കാഞ്ഞിരപ്പള്ളി, നന്ദിനി രാജൻ പുതുശ്ശേരി, സന്തോഷ് സത്യശീലൻ തടത്തിൽ, പി കെ സോമൻ അമ്പാടി, അജിത് സി മോഹൻ കിഴക്കേ ഇറക്കിൽ എത്തണം, പ്രശാന്ത് കുമാർ ബി ദേവി നിവാസ്, കെ കെ പിള്ള കാർത്തിക, പ്രസാദ് ടി ടി തടത്തിൽ, സെക്രട്ടറിയായ ശ്രീ ടി ടി പ്രസാദ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് എത്തിയിരിക്കുന്നത്. ദീപ സജീവ് ഓണാട്ട്, സജിത ജയകുമാർ തോട്ടുങ്കൽ, മോഹൻദാസ് ആനന്ദഭവൻ. വിളിച്ചുകൊണ്ടിരിക്കുന്ന 1 ലക്ഷം രൂപയും അതിൽ കൂടുതൽ തന്നവരുടെ പേരുകളാണ് വിളിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ തന്ന് നമ്മളെ സഹായിച്ച നന്ദിനി രാജൻ പുതുശ്ശേരിയെ സാധനം ക്ഷണിച്ചു കൊടുത്തു. പ്രവർത്തനങ്ങൾക്ക് അകപഴിഞ്ഞ് സഹായം ചെയ്യുന്ന നന്ദിനി രാജൻ പുതുശ്ശേരിയെ ഒരിക്കൽ കൂടി ആദരിക്കുകയാണ്. പ്രകാശ് പി ഇല്ലിക്കളം, പ്രദീപ് കുമാർ വയലാറ്റിച്ചിറ, IPS ദീപ്തി, ലാലി PS, ശ്രീലത ജയകുമാർ മുത്തിയാട്ട്, ഷെബി KG കൊച്ചുകാഞ്ഞിരം, മഹാദേവൻ KK കുമ്പളശ്ശേരി, കമ്പനി അംഗം സാബു വടക്കത്ത്, ജി അശോകൻ കരിമണം, TK പ്രസാദ് പതിപ്പറമ്പിൽ, TK ശിവപ്രസാദ്, TS സുനിൽ തടത്തിൽ,
PK നളിനി നിത്യാനന്ദം, MK കല്യാണി വടക്കേപ്പറമ്പിൽ, ഷിബു MD ഉദയം, ജയ രതീഷ് തടത്തിൽ, ജയ ടീച്ചർ തടത്തിൽ, ബാബു MB മഠത്തിൽ, ബാബു MB മഠത്തിൽ, രമേശ പ്ലാമൂട്ടിൽ, വാമനൻ അറയ്ക്കൽ, വാമനൻ അറയ്ക്കൽ, KV രവീന്ദ്രൻ ആശാലയം, സരിത പ്രമോദ് പ്രണവം. വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണോദിന്റെ സഹധർമ്മിണി സരിത പ്രമോദ്, രാജേന്ദ്രകുമാർ അശ്വതി, രാജേന്ദ്രകുമാറിന്റെ സഹധർമ്മിണി ബഹുമാനായ വനിതാ സംഘം പ്രസിഡന്റ് പ്രിയാദേവി ക്ഷണിച്ചു. കണ്ണൻ പുതുപ്പറമ്പിൽ, കണ്ണൻ പുതുപ്പറമ്പിൽ, ബിനൂപ് നന്ദകുമാർ അഭയ, ബിനൂപ് നന്ദകുമാർ, സന്ദീപ് S ചിത്തിരത്തിൽ, സന്ദീപ് S, സന്ദീപ് S ചിത്തിരത്തിൽ, സന്തോഷ് MK മൂലേപ്പറമ്പിൽ, സന്തോഷ് MK, ബഹുമാനായ യൂണിയൻ കമ്മിറ്റി മെമ്പർ സാബുഡി ഇല്ലിക്കവ, ശാഖാ കമ്മിറ്റി അംഗം ഷാജൻ മടത്തിക്കളം, ബഹുമാനായ നമ്മുടെ ശാഖായോഗ പ്രസിഡന്റ് ശ്രീ KK അരിയച്ചൻ 60, അജയ്കുമാർ D വൃന്ദാവൻ, നമ്മുടെ ശാഖയുടെ പോഷക സംഘടനകളായ യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം, എൻ്റെ പ്രവർത്തകരുടെ എത്തണം. ഇത്രയും വ്യക്തികളാണ് നമ്മുടെ ഈ സ്ഥലസമ്പാദന ബന്ധപ്പെട്ട് 1 ലക്ഷവും അതിൽ കൂടുതൽ സംഭാവനയും നൽകിയത്. ഇവർക്കെല്ലാം ശാഖായോഗത്തിൻ്റെ പേരിലും പോഷക സംഘടനകളുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഗുരുദേവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ അടുത്തതായി വിദ്യാഭ്യാസ അവാർഡാണ്. നമ്മുടെ SSLC ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ആദ്യം SSLCയുടെ ശ്രീനന്ദ S, ഡോക്ടർ ഓഫ് സുനു PN, പെരുന്തുരുത്തിൽ, ചെമ്പഴന്തി കുടുംബയോഗം. ചെമ്പഴന്തി കുടുംബത്തിൻ്റെ കൺവീനർ ബഹുമാനായ നരേന്ദ്രൻ്റെ കൊടുത്തു. ജഗൻ N മിഥുൻ, സൺ ഓഫ് മിഥുൻ N വിജയൻ, മട്ടാച്ചേരി, TK മാധവൻ കുടുംബയോഗം, മറിയപ്പള്ളി. നന്ദന സന്തോഷ്, ഡോക്ടർ ഓഫ് K സന്തോഷ് കുമാർ, കളത്തിപ്പറമ്പിൽ, ശിവഗിരി കുടുംബയോഗം.
അളകനന്ദ എസ്, ഡോക്ടർ ഓഫ് സാബു കെ കെ, തയ്യൽമറ്റം, പാക്കിൽ അരുവിപ്പുറം കുടുംബയോഗം. അമൃത പി ആർ, ഡോക്ടർ ഓഫ് രാജേഷ് പി ആർ, പുതുവീട്ടിൽ, പാക്കിൽ ഡോക്ടർ പൽപ്പു കുടുംബയോഗം. ആർഷ അനീഷ്, ഡോക്ടർ ഓഫ് അനീഷ് കുമാർ പി എസ്, 18 ചിറ സച്ചിദാനന്ദ കുടുംബയോഗം. മാളവിക ബിനു, ഡോക്ടർ ഓഫ് അനീഷ് കുമാർ പി എസ്, മാളവിക ബിനു, ഡോക്ടർ ഓഫ് ബിനു എം വിനോദ് പി ജി, ശ്രീനാരായണ കുടുംബയോഗം. ദർശന ആർ, ഡോക്ടർ ഓഫ് രാജേഷ് ആർ, ഇല്ലമ്പള്ളി, ഗുരുകുലം കുടുംബയോഗം. വിദ്യാശങ്കർ പി എ, സൺ ഓഫ് അരുൺ പി എസ്, ഡോക്ടർ പൽപ്പു കുടുംബയോഗം. SSLCയിലെ CBSE സിലബസിലെ അമൃത അനിൽ, ഡോക്ടർ ഓഫ് അനിൽകുമാർ പി കെ, സിമന്റ് കവല. +2 ശ്രീ പാർവതി ജ്യോതിഷ്, ഡോക്ടർ ഓഫ് ജ്യോതിഷ് പി ഉണ്ണി, ഡോക്ടർ പൽപ്പു കുടുംബയോഗം, പാക്കിൽ. പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച വിദ്യാർത്ഥികളെ വിളിക്കുകയാണ്. അദ്വൈതേയ ബികോം, ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി ലണ്ടൻ, സൺ ഓഫ് രതീഷ് MD, അമേയ ഹൗസ്, ശ്രീനാരായണ. ദേവിക രാജ് ടി, BSc ജിയോളജി, ഡോക്ടർ ഓഫ് രാജേന്ദ്ര പ്രസാദ് TP, TK മാധവൻ കുടുംബയോഗം. യദുരാജ് ടി, MCA, ഡോക്ടർ ഓഫ് രാജേന്ദ്ര പ്രസാദ് TP, TK മാധവൻ കുടുംബയോഗം. യദുരാജ്. ദേവു എസ്, MA ഇംഗ്ലീഷ്, ഡോക്ടർ ഓഫ് സാജൻ PV, പുത്തമ്പറമ്പിൽ, നാടകം. ഹരികൃഷ്ണൻ 3G, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സൺ ഓഫ് ഗിരീഷ് PN, നാടകം. സ്വാമി സത്യവ്രത കുടുംബയോഗം. ദൃശ്യ TV, MCA, ഡോക്ടർ ഓഫ് വിജയൻ TR, ചെമ്പഴന്തി കുടുംബയോഗം. ദേവിക പ്രസാദ് BCom, ഡോക്ടർ ഓഫ് രജിത് പ്രസാദ്, ഡോക്ടർ പൽപ്പു കുടുംബയോഗം. നടക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, മിനിസ്റ്ററെ, നമ്മുടെ യൂണിയൻ്റെ കൺവീനറെ, മറ്റ് പ്രാസംഗികരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഭഗവാന്റെ 171ാമത് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ ഓണാഘോഷ ആശംസ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരേ ഒരു മാർക്ക് മാത്രം പറയാം. നാളത്തെ ഘോഷയാത്ര പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പുതിയൊരു കളർ കോഡായിട്ടുള്ള ബ്ലൗസും ഒക്കെ അണിഞ്ഞുകൊണ്ടുള്ള നല്ലൊരു മനോഹരമായൊരു ഘോഷ നാളെ നമ്മൾ വിവാഹം ചെയ്തിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു കളർ കോഡുള്ള പുതിയ കളർ കോഡുള്ള ഒരു ബ്ലൗസൊക്കെയാണ് നിങ്ങൾ വനിതകൾക്ക് ഘോഷയാത്ര വിജയിപ്പിക്കേണ്ടത്. വനിതകളുടേതാണ് ഏറ്റവും മുഖ്യ പ്രതിബദ്ധത. അതുകൊണ്ട് നാളെ നമ്മുടെ കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും ഇതേ അന്തരീക്ഷം തന്നെയാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കയറിയതുപോലെ തന്നെ നമുക്ക് കൃത്യം 6:30 തന്നെ, ദീപാരാധനയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ഘോഷയാത്ര ഇവിടെ വന്ന് കയറേണ്ടതായിട്ടുണ്ട്. കൃത്യം 2:30 തന്നെ ആള് വന്നാലും വന്നില്ലേലും ഇവിടെയുള്ള ആൾക്കാർ കൃത്യം 2:30 തന്നെ നമ്മുടെ ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. അതിന് യാതൊരുവിധ മാറ്റങ്ങളുമില്ല. 2:30 തന്നെ നമ്മുടെ ഘോഷയാത്ര ഇവിടുന്ന് പുറപ്പെടുന്നതാണ്. എല്ലാ കുടുംബയോഗ കൺവീനർമാരും ഇതൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മുടെ വനിതാ സംഘത്തിൻ്റെ പ്രവർത്തകർ ശ്രദ്ധ ഉണ്ടായി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദര അമ്മമാരും ഒക്കെ ഘോഷയാത്ര പങ്കെടുക്കാനുള്ളവർ കൃത്യം 2 മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തുകയും
നമ്മുടെ 2:30 ഘോഷയാത്ര ക്രമീകരിച്ച് ഇവിടുന്ന് ഇറങ്ങേണ്ടതായിട്ടുള്ളതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം. ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും ഗുരുദേവൻ്റെ 121ാമത് ജന്മം നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ശാഖാവൈസ് ശ്രീ പ്രബോധനെ ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അനിയച്ചൻ അറുപതിന് ഈ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി PN വാസവൻ അവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കോട്ടയം യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോയിൻറ്റ് കൺവീനർ ശ്രീ V ശശികുമാർ സാറിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഭദ്രദീപ പ്രകാശനത്തിന് ഇവിടെ എത്തിച്ചേർന്ന കുമാരി പളുങ്കിനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ആശംസകൾ അറിയിച്ച സാബൂടി ഇല്ലിക്കളം ബഹുമാനപ്പെട്ട യൂണിയൻ കമ്മിറ്റി അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വനിതാ സംഘം പ്രസിഡന്റ് ശ്രീമതി പ്രിയാദേവി അശ്വതിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷേത്രം തന്ത്രി വിഷ്ണുനാരായണൻ തന്ത്രിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. സ്ഥലസമ്പാദനത്തിൻ്റെ ചെയർമാൻമാരായ ജയകുമാർ TK തോട്ടുങ്കൽ, സുദീപ് മഠത്തിൽ, നരേന്ദ്രൻ MN മറ്റത്തിൽ കരോട്ട്, ചന്ദ്രദാസ് അറുപതിൽ, ജയന്തി രാധാകൃഷ്ണൻ, രാജീവ് PR വീരാളിശ്ശേരിയിൽ, സുനിൽ തളത്തിൽ ഇവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറം സെക്രട്ടറി DP പ്രസന്നൻ അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. കൃതി പഠന കേന്ദ്രം രഞ്ജിത്ത് രവീന്ദ്രൻ കൊച്ചൂരിലുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. പദയാത്രാ സമിതി ചെയർമാൻ AK ബാബു പെരുന്തുരുത്തിയോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ബാലജന യോഗം പ്രിൻസിപ്പൽ ഇന്ദിര രഘുനാഥ് അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ദീപാരാധന വഴിപാടായി സമർപ്പിച്ച ഓമന തങ്കപ്പൻ കാഞ്ഞിരപ്പള്ളിയിൽ അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വസ്തു വാങ്ങാൻ നമ്മളെ സഹായിച്ച അജയൻ, സിനാജ് എന്നിവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ പുഷ്പാലങ്കാരം വഴിപാടായി സമർപ്പിച്ച ഷിക അജിത്ത് കിഴക്കേ അറയ്ക്കൽ അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നല്ലൊരു ഗാനം പറഞ്ഞുണ്ട്. കൊച്ചിൻ മൻസൂർ അവരോടുള്ള ശാഖയുടെ പേരുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ഷേത്രം ശാന്തികളായ വിനീത് ശാന്തി അഴകം, സന്ധ്യ അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, ബാലജന യോഗം, കുടുംബയോഗത്തിൻ്റെ കൺവീനർമാർ ഇവരോടൊക്കെ ഉള്ള എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിപ്പിച്ചുകൊണ്ട് ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അവരോടെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.